الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. الله سبحانه وتعالى അവൻ്റെ ദീനിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 2 ഭാഗം നമ്മിൽ നിന്നും കടന്നുപോയി. റമദാനിൻ്റെ ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അവസാനത്തെ 10ലേക്ക് നാം കാലെടുത്ത് വെക്കുകയുമാണ്. എണ്ണപ്പെട്ട ചില ദിവസങ്ങളിലായി എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ മാസം, ഈ മാസത്തിൽ അല്ലാഹുവിങ്കിൽ നിന്നും നമ്മൾ അറിയാതെ നമുക്ക് മീതെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യം, മഗ്ഫിറത്ത്, റഹ്മത്ത്, നമ്മുടെ പരലോകം സുഖകരമാക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ നിഅമത്ത്, ഇതൊക്കെ നേടിയെടുക്കാനുള്ള ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്നും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് വിശുദ്ധ റമദാൻ ലഭിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തി മുതലാക്കി തൻ്റെ പാപകർമ്മങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നതിൽ നിന്നും അവൻ അശ്രദ്ധനായി പോയാൽ, അഥവാ നമ്മളുടെ പാപകർമ്മങ്ങളൊക്കെ പൊറുക്കപ്പെടാത്ത രൂപത്തിൽ വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയാൽ അത്തരക്കാർ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ഇറക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു. ഈ മാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ്. ഇനി ഒരു റമദാനിൽ, അഥവാ 300 ചില്ലറ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് വീണ്ടും റമദാൻ തിരിച്ചു വരുമ്പോൾ ആ റമദാനിനെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ
അന്നത്തെ ഭൂമിയിൽ നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അന്ന് ഇതുപോലെ പള്ളിയിലിരുന്ന് പ്രസംഗിക്കാൻ നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അന്ന് പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന് അണിനിരക്കുവാനും നോമ്പെടുക്കുവാനും നോമ്പ് തുറപ്പിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ആ നിലയിൽ ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ ആകുമ്പോൾ മറ്റു മാസങ്ങളിലില്ലാത്തതുപോലെ ആവേശഭരിതനാവുകയും അതീവ ജാഗ്രതയോടുകൂടി അമലുകളിൽ മുഴുകുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അരമുണ്ട് മുറുക്കി ഉടുക്കുകയും തങ്ങളുടെ വീട്ടുകാരെ ഒക്കെ വിളിച്ചുണർത്തുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുമ്പും പിമ്പുമുള്ള മുഴുവൻ പാപങ്ങളും, അങ്ങനെ ഒരു പാപം തങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടേ ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും പാപങ്ങളെക്കുറിച്ചിട്ട് തെറ്റുകളെക്കുറിച്ചിട്ട് സാങ്കല്പികമായി പറയാൻ കഴിയുമെങ്കിൽ അതുപോലും അള്ളാഹു മാപ്പാക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ച മഹാത്മാവാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റമളാൻ ആകുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടി അവിടുന്ന് അമലുകളിൽ വ്യാപൃതരാകും, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകും. അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മോമിനീങ്ങൾ പറയുന്നുണ്ട്, റമളാൻ ആയാൽ പിന്നെ ഞങ്ങളുടെ കിടക്കയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയേ ചെയ്യില്ല. വീട്ടുകാര്യങ്ങളിൽ നിന്ന് പോലും പരമാവധി വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, ആഖിറം സമ്പാദിക്കുക, അമലുകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് നമുക്ക് മാതൃകയാക്കി തന്നതെങ്കിൽ ജീവിതം മുഴുവൻ പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെയായി അമലുകൾ തീരെയില്ലാതെ ഇതുവരെ ജീവിച്ച നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം മെനക്കെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ പരമാവധി വീണ്ടെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ പാപകർമ്മങ്ങളും അതിൻ്റെ കറകളും ഒക്കെ അള്ളാഹു കഴുകി വൃത്തിയാക്കി തരുമാറാകട്ടെ. റമളാനിൻ്റെ തർത്തീബ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. റമളാൻ രാജാതിരാജനായ രക്ഷിതാവിൻ്റെ സാധുക്കളിൽ സാധുക്കളായ അടിമകൾ അവരുടെ ആശകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ സമർപ്പിക്കാൻ വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി പട്ടിണിയിരിക്കുന്ന മാസമാണ്. നമുക്ക് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ നിരാഹാരം കിടക്കുന്ന മാസമാണ്, നിരാഹാരം നടത്തുന്ന മാസമാണ്. റമളാനിൻ്റെ ആദ്യത്തെ നാളുകളിൽ മെനക്കെട്ട് കഷ്ടപ്പെട്ട് പട്ടിണി ഇരുന്നു കൊണ്ട് രാത്രിയിൽ ഉറങ്ങാതെ, രാത്രിയിൽ ക്ഷീണത്തിൻ്റെ പേരിൽ മാറിയിരിക്കാതെ, പതിവിന് വിപരീതമായ നിലയിൽ സാധാരണഗതിയിൽ രാത്രി ഇശായുടെ 4 റക്അത്തും കഷ്ടിച്ച് 2 റക്അത്ത് സുന്നത്തും പിന്നെ ഒരു 3 റക്അത്ത് വിത്റും ഒക്കെ നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോയിരുന്ന മുസ്ലിമീങ്ങൾ പകലിൻ്റെ പട്ടിണിയും ക്ഷീണവും ഒന്നും വകവെക്കാതെ റമളാനിൻ്റെ രാത്രിയിൽ 23 റക്അത്ത് നിസ്കരിക്കുന്നു. 23 റക്അത്ത്. പകല് നമ്മൾ നിരാഹാരം കൊണ്ട്, പട്ടിണി കൊണ്ട്, വിശപ്പ് സഹിക്കൽ കൊണ്ട്, ദാഹം സഹിക്കൽ കൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, രക്ഷിതാവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്, അവൻ്റെ മുമ്പിൽ താണ് കേൺ അപേക്ഷിക്കുകയാണ്. രാത്രിയിൽ നമസ്കാരത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട്, നിന്ന് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ പകുതി, ആദ്യത്തെ 15 ദിവസം ഇങ്ങനെ പോകും നമ്മൾ. ആദ്യത്തെ 15 ദിവസം ഞങ്ങളുടെ കണ്ണൂരിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പള്ളിയുടെ പരിസരത്ത് കളക്ട്രേറ്റ് ഉണ്ട്. കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ എപ്പം പോയാലും സമരക്കാരുണ്ടാവും, സമരക്കാർ. ഓരോ ദിവസവും ഓരോരുത്തരും, ചില ആളുകൾ 100-ാം ദിവസം 110-ാം ദിവസം എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. അവർ സത്യാഗ്രഹം കടക്കുകയാണ്. അധികാരി വർഗത്തിൻ്റെ ഔദ്യോഗിക ഭവനത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുകയാണ് അവർ. ചില സമരപ്പന്തലുകളിൽ നമ്മൾ ബോർഡ് കാണാറുണ്ട്, നിരാഹാരം കിടക്കുന്നു എന്ന്, നിരാഹാര സത്യാഗ്രഹം നടത്തും. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നിരാഹാര സമരം നടത്തുകയാണ്. അവിടെ ചെറിയ മൈക്ക് വെച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം മുഴക്കും. അവർ
വിജയം വരെ ഞങ്ങൾ തുടരും, വിജയം വരെ ഞങ്ങൾ തുടരും, അല്ലെങ്കിൽ മരണം വരെ ഞങ്ങൾ തുടരും എന്നൊക്കെ വിളിച്ചു പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 10-15 ദിവസക്കാലം റമദാനിൻ്റെ പുണ്യമായ നാളുകളിൽ അടിമകൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം നടത്തുകയും പട്ടിണിയിരിക്കുകയും ഉറക്കക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകുകയും ചെയ്തു. 15 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവുമോ ഇല്ലേ എന്നുള്ളൊരു വെപ്രാളം വന്നതുപോലെയായി. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുമോ ഇല്ലേ എന്നൊരു വെപ്രാളം വന്നതുപോലെയായി. അതുകൊണ്ട് 15ാമത്തെ പകൽ നോമ്പെടുത്തിട്ട് അന്ന് രാത്രി തറാവീഹ് നിസ്കരിക്കുകയും തറാവീഹിന് ശേഷം വിത്ർ നിസ്കരിക്കുകയും ചെയ്തപ്പോൾ വിത്ർ നമസ്കാരത്തിൻ്റെ 3ാമത്തെ റക്അത്തിൽ റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ഇമാമ് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് വാവിട്ട് കരയാണ്. നേരത്തെ പറഞ്ഞ സമരപ്പന്തലിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവശതയുള്ള ഈ അടിമ കൈയുയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹുവേ 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 ഈ പാവപ്പെട്ടവനെ സ്വീകരിക്കുന്നത് വരെ, ഈ പാവപ്പെട്ടവന് പുറത്തു തരുന്നത് വരെ, ഈ പാവപ്പെട്ടവനെ നിന്റെ നല്ല അടിയാറുകളിൽ ചേർക്കുന്നത് വരെ നിനക്ക് വേണ്ടി ഞാൻ പകൽ പട്ടിണിയിരുന്നു, രാത്രി ഞാൻ ഉറക്കമൊഴിഞ്ഞ് നിസ്കരിക്കുന്നു, നീ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നു. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. നമ്മൾ ഖുനൂത്ത് ആരംഭിച്ചു. ദീർഘമായ നിലയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് 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 നമ്മുടെ അവശതകൾ പറയാം, വേദനകൾ പറയാം, വിഷമങ്ങൾ പറയാം. 15ാമത്തെ ദിവസം മുതൽ 4-5 ദിവസക്കാലം അങ്ങനെ നമ്മൾ നമ്മുടെ സമരമുറ കുറച്ച് ശക്തിപ്പെടുത്തി. നമ്മുടെ സത്യാഗ്രഹം, നിരാഹാരം കുറച്ച് ശക്തിപ്പെടുത്തി. 20ാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പം നമുക്ക് തോന്നി, പടച്ചവനെ, ഇതുകൊണ്ടൊന്നും എൻ്റെ ആവശ്യം പൂർത്തിയാവുന്ന ലക്ഷണമില്ല, ഇതുകൊണ്ടൊന്നും എൻ്റെ കാര്യം നേടിയെടുക്കാൻ കഴിയുമോ എന്നെനിക്ക് വെപ്രാളമാണ്. അതുകൊണ്ട് 20ാമത്തെ അന്ന് നോമ്പ് തുറന്ന് വീട്ടിൽ നിന്നും കെട്ടുമുട്ടുമൊക്കെ എടുത്തുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ദർബാറിൽ അവൻ്റെ ഭവനത്തിൽ വന്ന് ഞാനങ്ങ് കുത്തിയിരിപ്പ് നടത്തുക, സത്യാഗ്രഹം. അതിനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇഅ്തികാഫ് എന്ന പേരിൽ പഠിപ്പിച്ചത്. ഇഅ്തികാഫിൽ എന്താ ഇതിൻ്റെ പൊരുള്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനി പോകാൻ വേറെ വാതിലുകളൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഞങ്ങളെ തള്ളി, എല്ലാവരും ഞങ്ങളെ കൈയൊഴിഞ്ഞു, എല്ലായിടങ്ങളിലും ഞങ്ങൾ കൈയൊഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷയോടുകൂടി വന്ന് മുട്ടി വിളിക്കാൻ, എരക്കാൻ ഈ ഒരു കവാടം മാത്രമേ ഉള്ളൂ, ഈ ഒരു ഭവനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടും കൂടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അള്ളാഹുവേ, നിന്റെ ഭവനത്തിൽ ഞങ്ങൾ വന്ന് കൂടിയിരിക്കുകയാണ്, നിന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങൾ ഭജന ഇരിക്കുകയാണ്, നിന്റെ ഭവനത്തിൽ വന്ന്, നിന്റെ പടിവാതിലിൽ വന്ന് ഞങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കണമേ എന്ന വാവിട്ട കരച്ചിലുമായി ഇഅ്തികാഫ് അനുഷ്ഠിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള വചനത്തിൽ പ്രകാരം വരുന്നുണ്ട്, റമളാനിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ ആദ്യത്തെ 10 ദിവസം, 15 ദിവസം, പിന്നെ 20 ദിവസം, അതിനുശേഷം അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കുമ്പോൾ ആദ്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സഈദ് അൽ ഖുദരി പറയുന്നു, റമളാനിന്റെ 1 മുതൽക്ക് അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. 1 മുതൽ ആദ്യത്തെ 10 ദിവസം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. രണ്ടാമത്തെ 10 ദിവസം വീണ്ടും ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോൾ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഖൈമ തീർക്കുമായിരുന്നു, ഒരു ചെറിയ കുടിൽ കെട്ടുമായിരുന്നു. കുടിൽ കെട്ടി സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് വന്നാ പ്രിയപ്പെട്ട? കുടിൽ കെട്ടി സമരം പ്രത്യേകമായി പള്ളിയുടെ ഉള്ളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കൂടാരം തീർക്കും, ഒരു ഖൈമ തീർക്കും. ആ ഖൈമയുടെ ഉള്ളിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുക ഇഅ്തികാഫിന്. വീട് വിട്ടിറങ്ങി വന്നു, ഭാര്യ മക്കളെയും ഉപേക്ഷിച്ചിട്ട് വന്നു, പള്ളിയുടെ ഉള്ളിൽ വന്ന് സാധാരണഗതിയിൽ തന്നോടൊപ്പം നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടുന്നവരോട് പോലും അത്യാവശ്യത്തിനല്ലാതെ വർത്താനം പറയാതെ, കുശലാന്വേഷണങ്ങൾ നടത്താതെ, ചിരിക്കുകയും കളിക്കുകയും ഒന്നും ചെയ്യാതെ, നാട്ടുവിശേഷം ഒന്നും പറയാതെ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കൂടാരം കെട്ടി അതിൻ്റെ ഉള്ളിലാണ് ഇഅ്തികാഫ് അനുഷ്ഠിക്കുക.
ആദ്യത്തെ 10 ദിവസം എത്തിക്കാഫിരുന്നു, രണ്ടാമത്തെ 10 ദിവസവും എത്തിക്കാഫിരുന്നു. രണ്ടാമത്തെ 10 ദിവസം കഴിഞ്ഞപ്പോൾ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല പുറത്തേക്ക് ഇട്ടു. ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കൂടാരത്തിൽ നിന്നും മെല്ലെ തല പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, സഹാബാക്കളെ, മഹത്തായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ റമദാൻ 1 മുതൽ ആദ്യത്തേതും രണ്ടാമത്തേതും 10 ദിവസം 20 ദിവസം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. പക്ഷെ എനിക്കത് കണ്ടെത്താനായില്ല. അതുകൊണ്ട് എന്നോടൊപ്പം ആരെങ്കിലും ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവര് അടുത്ത 10 ദിവസവും ഇഅ്തികാഫ് ഇരുന്നു കൊള്ളട്ടെ. റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് എൻ്റെ റബ്ബ് എനിക്ക് അറിയിപ്പ് തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളിയുടെ ഉള്ളിൽ വന്ന് പരിപൂർണമായ നിലയിൽ തന്നെ സമർപ്പിക്കുക. ആ നിയ്യത്തോടുകൂടിയുള്ള ഇരുത്തത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വലിയ സൗഭാഗ്യത്തെ സിദ്ധിക്കുക. അള്ളാഹു നമുക്കൊക്കെ അത് തരുമാറാകട്ടെ. ആ ഇഅ്തികാഫിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ മഹത്തായ ഒരു അമലാക്കി, മുഅക്കദത്തായ സുന്നത്താക്കി. മുഅക്കദത്തായ സുന്നത്താണ്. അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ടു മുമ്പുള്ള റമദാൻ വരെയും മുവാളബത്ത് എന്ന് പറയുന്ന സ്ഥിരമായി ചെയ്യുന്ന ഒരു അമലിനെയാണ് മുഅക്കദത്തായ സുന്നത്ത് എന്ന് പറയുന്നത്. റമദാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഉണ്ടായത് എപ്പോഴാണ്? റബീഉൽ അവ്വലിലാണ്. റമദാൻ കഴിഞ്ഞാൽ ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, സഫർ 5 മാസം ഉണ്ടായിരുന്നു. ആ 5 മാസത്തിന് മുമ്പ് കഴിഞ്ഞുപോയ പരിശുദ്ധ റമദാനിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. ഇഅ്തികാഫ് അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല, ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വർഷത്തിൽ അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവനുസരിച്ചിട്ട് 10 ദിവസം ഇരിക്കുന്നതിന് പകരം 20 ദിവസം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. 20 ദിവസം ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. ഈ അമലിന്റെ പ്രാധാന്യത്തെയും മാഹാത്മ്യത്തെയും നമ്മളോട് വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അപ്രകാരം ചെയ്തത്. 20 ദിവസം ഇഅ്തികാഫ്. പ്രിയപ്പെട്ടവരെ, 10 ദിവസക്കാലം അവസാനത്തെ 10-ൽ ഇഅ്തികാഫിന്റെ ഈ അമല് അനുഷ്ഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന പ്രതിഫലം എത്രത്തോളമാണ്? ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ആരെങ്കിലും റമദാനിന്റെ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് അനുഷ്ഠിച്ചാൽ ആ 10 ദിവസത്തെ ഇഅ്തികാഫിന് പകരമായി അല്ലാഹു തആല 2 ഹജ്ജിന്റെയും 2 ഉംറയുടെയും പ്രതിഫലം അവന് നൽകുന്നതാണ്. 2 ഹജ്ജിന്റെയും 2 ഉംറയുടെയും പ്രതിഫലം. നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം അറിയാം, നമുക്ക് ഉംറയുടെ പ്രതിഫലം അറിയാം. അതുകൊണ്ടാണല്ലോ വലിയ പൈസ മുതലിട്ടിട്ട് നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയുന്ന അമലുകളോട് സമമായ നിലയിൽ ഉദാഹരിച്ചുകൊണ്ട്, അതിനോട് തുലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ അമലിന്റെ മാഹാത്മ്യത്തെ പഠിപ്പിച്ചു തരാണ്. 10 ദിവസം ഇഅ്തികാഫിരുന്നാൽ ഉണ്ടാകുന്ന പ്രയോജനം, പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു അമല് നമുക്ക് എന്തിനാണ് നിയമമാക്കിയത്? പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, കഅബാലയത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ, കഅബയാണ് ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും മാതൃഗേഹം എന്ന് പറയുന്നത്. തലശ്ശേരിക്കാരുടെ ഓടത്തൽ പള്ളി, കണ്ണൂരുകാരുടെ കാമ്പസാറ് പള്ളി എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മാതൃഗേഹമാണ് പരിശുദ്ധ കഅബാലയം. ഇന്ന അവ്വല ബൈതിൻ wudi'a lin-nasi lalladhi bi-Bakkah mubarakan wa hudan lil-'alamin. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ഇന്ന അവ്വല ബൈതി wudi'a lin-nasi lalladhi bi-Bakkah mubarakan. ഭൂമി ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി പണി പൂർത്തിയാക്കി പൊതുവായി സമർപ്പിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ ഗേഹമാണ് മക്കയിലുള്ള കഅബാലയം. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹീതമായ ഗേഹമാണ്, ലോകർക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ദീപമാണ്. പരിശുദ്ധ കഅബാലയത്തെ അല്ലാഹു തആല മാതൃഗേഹമാക്കി മാറ്റി.
ആ കഅബാലയത്തിന്റെ നിർമ്മാണം നടത്താൻ അള്ളാഹു ഭാഗ്യം നൽകിയത് അല്ലെങ്കിൽ കൽപ്പന നൽകിയത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കാണ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. കഅബാലയത്തിന്റെ നിർമ്മാണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മാണം തുടങ്ങി. ചെറിയ പയ്യൻ, ചെറിയ കുട്ടി, സ്വന്തം മകൻ ഒപ്പം സഹായത്തിന് കൂടുകയും ചെയ്തു. പള്ളി ഉണ്ടാക്കണം, അത് പുണ്യകർമ്മമാണ്. പള്ളി പരിപാലിക്കണം, അതുപോലെ പുണ്യകർമ്മമാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله. തീർച്ചയായും പള്ളിയെ പരിപാലിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ്, പള്ളിയെ പരിപാലിക്കാൻ കഴിയുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ الصلاة وآتى الزكاة. എല്ലാവർക്കും പള്ളി പരിപാലിക്കാൻ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ എല്ലാവരും പള്ളി പരിപാലിച്ചാൽ അത് നന്നാകണമെന്നുമില്ല. പള്ളി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ഒരു അമലാണ്, പ്രതിഫലാർഹമായ ഒരു അമലാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു ഇസ്സത്താണ്, അന്തസ്സാണ്, അഭിമാനമാണ്. അള്ളാഹു പറയാണ് ഇന്നമാ യഅ്മുറു മസാജിദ. ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്? ആരാണ് പള്ളി ഭരിക്കേണ്ടത്? പള്ളി ഭരിക്കാന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല, അങ്ങനെ പറയാനും പറ്റൂല. പള്ളി പരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈമാൻ ഉണ്ടാകണം അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടാകണം. പള്ളി പരിപാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മീയ ചൈതന്യം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി പരിപാലനത്തെ കുറിച്ചിട്ടും അതിനെ മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ രാജ്യത്തിന്റെ പ്രസിഡന്റായി, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി, ഖലീഫത്തുൽ മുസ്ലിമായി 2-2.5 വർഷക്കാലം സമൃദ്ധമായ നിലയിൽ മുസ്ലിം സമൂഹത്തെ അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറി, മുസ്ലിം സമൂഹത്തിന്റെ നേതാവായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ഭരിച്ചപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി പരിപാലിച്ചപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെയും ആ പള്ളിയുടെ മെഹ്റാബിൽ ഇമാമായി നിന്നത് റസൂലുള്ളാ മാത്രമാണ്, അല്ലേ? റസൂലുള്ളാ മാത്രമാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശരീഅത്തിന്റെ ഒരു ലക്ഷ്യത്തെ പറയട്ടെ. അഥവാ ഈ പള്ളിയുടെ പ്രസിഡന്റ് ആരാണോ ആ പ്രസിഡന്റ് ആയിരിക്കണം ഇവിടെ ഇമാമായിട്ട് നിൽക്കേണ്ടത്, ആ പ്രസിഡന്റ് ആയിരിക്കണം ഇവിടെ ജുമാക്ക് ഖുതുബ ഓതേണ്ടത്. അതാണ് ഇസ്ലാമിക രീതി, ഇസ്ലാമിക സംസ്കാരം. അതാണ് നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഉസ്താദാണെന്ന് പറയണം, ഇവിടുത്തെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രസിഡന്റ് ആണെന്ന് പറയണം. ഈ നാട്ടിലെ ഏറ്റവും നല്ലവൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറയുന്നില്ലേ? ഇതൊക്കെ വെറുതെ പറയാനുള്ളതാണോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണോ അവനാണ് ഖുർആൻ പഠിക്കേണ്ടത്, അവനാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത്. ഈ നാട്ടിലെ ഏറ്റവും നല്ല തറവാട്ടുകാരൻ ആരാണ്? ഏറ്റവും നല്ല കുലീന കുടുംബക്കാരൻ ആരാണ്? ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? സാമർഥ്യമുള്ളവൻ ആരാണ്? അവൻ ഖുർആൻ പഠിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിക്കേണ്ടത് അങ്ങനെയുള്ളവരാണ്. ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരാണ്. ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ഖുർആൻ ഓതി ജനങ്ങൾക്ക് ഇമാമായി നിൽക്കേണ്ടത്. ഇമാം എന്ന് പറഞ്ഞാൽ ഇമാം ആസ് എ ലീഡർ എന്നാണ്. ഇമാം ആസ് എ ലീഡർ ഈ സമൂഹത്തിന്റെ ലീഡറാണ്. മുമ്പിൽ നിൽക്കുന്നത് വെറുതെ അല്ല, മുമ്പിൽ നിൽക്കുന്നത് 5 നേരത്തെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് തീരുന്ന ഒരു ചടങ്ങിന് നേതൃത്വം നൽകാൻ വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ സമുദായത്തിന്റെ ജീവിതത്തിന്റെ നിത്യകർമ്മങ്ങളിൽ എല്ലായിടങ്ങളിലും വ്യക്തമായ സ്വാധീനം ഒരു ഇമാമിന് ഉണ്ടാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്തിക്കാഫാണ് നമ്മുടെ വിഷയം. ഞാൻ വിഷയം മാറിപ്പോകുന്ന ആരും പേടിക്കൊന്നും വേണ്ട. പള്ളിയിലാണല്ലോ നമുക്ക് എത്തിക്കാഫ് ഇരിക്കേണ്ടത്. പള്ളി എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ പള്ളി ആരാണ് ഭരിക്കേണ്ടതെന്ന് അറിയണ്ടേ?
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള വളരെ ചെറിയ സമയം വരയ്ക്കും, അഥവാ 2 കാലുകളിൽ എഴുന്നേറ്റ് 2 പേരുടെ സഹായത്തോടുകൂടി പള്ളിയിലേക്ക് വരാൻ കഴിയുന്ന സമയത്ത് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഇമാമത്ത് നിർവഹിച്ചിട്ടുണ്ട്. മിഹ്റാബിൽ ഇമാമായി നിന്നിട്ടുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ ആയപ്പോൾ മുറു അബാ ബക്കറിൻ അയ്യുസല്ലി ബിന്നാസ്, മുറു അബാ ബക്കറിൻ, എനിക്ക് ശേഷം എന്റെ തൊട്ടുപുറകിൽ എന്റെ സ്ഥാനം അലങ്കരിക്കാൻ, എനിക്ക് ശേഷം ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ, ഈ സമൂഹത്തെ ഭരിക്കാൻ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായി ആ കസേരയിലിരിക്കാൻ, ആ കിരീടം ചൂടാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവറുകളെ വിളിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ചരിത്രം പറഞ്ഞ് നീട്ടണ്ട. ഇന്ന് അധികം നീട്ടിയാൽ എനിക്കും പോകാനുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞോടെ എനിക്ക് ഇത്തികാഫിൽ കയറാനുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മുറു അബാ ബക്കർ, അബൂബക്കറിനോട് പറയൂ നിസ്കരിക്കാൻ. ഐഷ റളിയല്ലാഹു അൻഹ അവറുകൾ അരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അബൂബക്കറിന് വലിയ പ്രയാസമല്ലേ റസൂലേ സല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ റഖീഖുൽ ഖൽബാണ്, ഹൃദയം ലോലമാണ്, പെട്ടെന്ന് കരച്ചിൽ വരും. അള്ളാന്റെ റസൂലിന്റെ ഇപ്പോഴത്തെ ഈ വഫാത്തുമായി ബന്ധപ്പെട്ട ഫിക്റിലും വേദനയിലും നൊമ്പരത്തിലും ഇമാമായി നിന്നാൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമറിനോട് പറയട്ടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. അല്ല, ഐഷ ബീവി റളിയല്ലാഹു അൻഹ ഉമറിനോട് പറയട്ടെ. ഉമറാവുമ്പോൾ നിൽക്കുമല്ലോ, കുഴപ്പമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ പറഞ്ഞു പറ്റൂല, അബൂബക്കറിനോട് പറയൂ, അബൂബക്കറിനോട് പറയും. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ മുസല്ലയിൽ എനിക്ക് ശേഷം അബൂബക്കറാണ് നിൽക്കേണ്ടത്, അബൂബക്കർ അല്ലാത്ത വേറെ ആരും നിൽക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் ഇമാമായി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ ഭരണം കഴിഞ്ഞു, അദ്ദേഹം വഫാത്തായി. ഭരണക്കാരനായി, പകരക്കാരനായി 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் അമീറായി, ഖലീഫയായി. പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் എപ്പോഴാണ് വഫാത്തായത് നിങ്ങൾ അറിയോ? എവിടുന്നാണ് വഫാത്തായത്? എവിടുന്നാണ് ഷഹീദാക്കപ്പെട്ടത്? ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ ആരാണ് മുമ്പോട്ട് കണ്ടത്? മുഖ്രിക്കയില്ലേ, ഖത്തീബ് ഉസ്താദ് ഇല്ലേ എന്നല്ലേ ചോദിക്കാം നമ്മൾ. മുഖ്രിക്കയും ഖത്തീബ് ഉസ്താദും ഒന്നും അല്ല. ആരാണ് ഇമാമായി നിൽക്കേണ്ടത്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഖലീഫത്തുൽ മുസ്ലിമീനാണ്. ഒരു സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ ആ രാജ്യം അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി കിടുകട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ഇഖാമത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷം മെഹ്റാബിലേക്ക് കയറി നിന്നു. ജനങ്ങളെ നോക്കിക്കൊണ്ട് അവരെ കമാൻഡ് ചെയ്തു, അവരെ ലീഡ് ചെയ്തു. എന്നിട്ട് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരത്തിന് കൈകെട്ടി. അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാം സഹാബി, 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ അവസാനത്തെ ഇമാമത്തായിരുന്നു, അവസാനത്തെ നേതൃത്വ നമസ്കാരമായിരുന്നു അത്. ആ നമസ്കാരത്തിലാണ് അബൂ ലുഅ്ലുൽ ഫൈറൂസ് എന്ന് പറയുന്ന ദുഷ്ടൻ ചാടി വീഴുകയും പ്രതികാരദാഹത്തോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പള്ളയിൽ കഠാര കുത്തി ഇറക്കുകയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവர்கள் ബോധരഹിതനായി മറിഞ്ഞു വീഴുകയും ചെയ്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் മറിഞ്ഞു വീഴുന്നത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? മിഹ്റാബിലാണ്. ഏത് മെഹ്റാബില? മദീനത്തെ മസ്ജിദുൻ നബവിയിൽ അഷ്റഫുൽ ഖൽഖ് നേതൃത്വം നൽകിയ മെഹ്റാബിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവர்கள் നേതൃത്വം നൽകിയ മെഹ്റാബിൽ ഇമാമായി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം മറിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, രാജ്യം ഭരിക്കുന്ന മുസ്ലിം നേതൃത്വമാണ് ആ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രമായ പള്ളിയും ഭരിക്കേണ്ടത്. പള്ളി അത്തരം ഒരു സിരാകേന്ദ്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാമാണ് പള്ളി. ഈ മഹല്ലിന്റെ, ഈ നാടിന്റെ, ഈ പ്രദേശത്തിന്റെ, മുസ്ലിം പൊതുജനത്തിന്റെ കാര്യാലയമാണ് പള്ളി. പണ്ടൊക്കെ നമ്മൾ തമാശയ്ക്ക് കളിയാക്കി പറയാറില്ലേ, പോയങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന് അല്ലേ പറയാറില്ലേ? എന്തെങ്കിലും മോശമായി നമ്മൾ പറയുമ്പോഴാ പോയി പള്ളി പറഞ്ഞാൽ മതി. പള്ളി പറയലായിരുന്നു മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം. പള്ളിയിൽ പറയലാണ് മുസ്ലിമീങ്ങളുടെ പൈതൃകം. പള്ളിയിൽ പറയണം. എന്ത് സംഗതി ഉണ്ടെങ്കിലും പള്ളിയിൽ പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടണം. ഒരു പാവപ്പെട്ട സഹോദരി ഓപ്പറേഷൻ ചെയ്യാൻ നിർവാഹമില്ലാതെ ആശുപത്രികളിൽ നിന്നും മടക്കിയിട്ട് ഇനി എവിടെ പോകുമെന്ന് ആലോചിക്കുമ്പോൾ അവൾക്ക് പോകാൻ ഒരിടമുണ്ട്. പള്ളിയിലേക്ക് ഓടി വരിക, അവളുടെ കയ്യിലുള്ള പേപ്പറുകൾ പൊക്കി കാണിക്കുക. പള്ളി പറഞ്ഞാൽ അള്ളാഹു അവന്റെ നല്ല അടിയാറുകളുടെ മനസ്സിൽ തോന്നിപ്പിക്കും. അവരെന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചേരും, സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, പള്ളി പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാര കാര്യമൊന്നുമല്ല. പള്ളി മുസ്ലിം സമുദായത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഒരുപാട് വിശദീകരിച്ച് സമയം കളയണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ രാജ്യം ഭരിക്കാൻ ഏറ്റെടുക്കുകയും ഒപ്പം മിഹ്റാബും മിമ്പറും തന്റെ അധീനത്തിൽ കൊണ്ടുവരികയും അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്ത് അനുസരിച്ചിട്ട് അദ്ദേഹം ഖുത്ബ നിർവഹിക്കേണ്ട സമയമാകുമ്പോൾ ഖുത്ബ നിർവഹിക്കും.
ഇമാമത്ത് നിൽക്കേണ്ട സമയമാവും ഇമാമത്ത് നിൽക്കും. ഭരണാധികാരിയായ നിലയിൽ, സൈന്യാധിപനായ നിലയിൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടൊക്കെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അവിടങ്ങളിലൊക്കെ നേതൃത്വം ഏറ്റെടുക്കും, നേതൃത്വം വഹിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവർ ഭരണാധികാരിയായിരുന്ന സമയത്ത് ഒരു ദിവസം പള്ളി അടിച്ചു വാരുകയാണ്. പള്ളി അടിച്ചു വാരുക, നമുക്ക് പള്ളിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളില്ലേ, ഒരുപാട് പണിക്കാരില്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പള്ളി അടിച്ചു വാരുന്ന കാഴ്ച കണ്ടപ്പോൾ ചില ആളുകൾ ഓടി വന്നിട്ട് ബഹുമാനത്തോടു കൂടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ചെയ്യാലോ, ഞങ്ങൾക്ക് തരൂ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, വീണ്ടും ഞാൻ തന്നെ ചെയ്തോളാം. പ്രിയപ്പെട്ടവരെ, ആ സംഭവം റിവായത്ത് ചെയ്യുന്ന മനുഷ്യൻ പറയാണ്, മഹാനായ ഉമർ എന്ന ഞങ്ങളുടെ ഭരണാധികാരി പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും അത് ഞങ്ങൾക്ക് കൈമാറിയില്ല. മാത്രവുമല്ല, അദ്ദേഹം പള്ളി വൃത്തിയാക്കുമ്പോൾ സാധാരണഗതിയിൽ നല്ല വസ്ത്രധാരണമൊക്കെ നടത്തിയിട്ടാണ് പള്ളി വരിക. നമ്മൾ പള്ളി വരുന്നത് പോലെ പള്ളി വരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാധനം, ടീഷർട്ട്, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും നല്ല ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, അല്ലാഹു പറയാണ് ഖുർആനിൽ, യാ ബനി ആദം, യാ ബനി ആദം, ഖുർആൻ പറയാണ്, ഏ ആദം സന്തതികളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളിയിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലും പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികളിലും നല്ല മനോഹരമായ സംഗതികൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പള്ളിക്ക് ബാത്റൂം ഉണ്ടാക്കുമ്പോൾ മുന്തിയ ടൈലൊട്ടിക്കണം. നേരെ തിരിച്ചല്ലേ നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്. പള്ളിക്ക് കാർപ്പറ്റ് വിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാർപ്പറ്റ് വിരിക്കണം. പള്ളിക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പള്ളിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നിങ്ങൾ ഫോം ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും മുന്തിയതാക്കണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ആ പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോഴോ നന്നായി കുളിച്ച് വസ്ത്രമണിഞ്ഞ് അത്ര പൂശി വരണം. മുക്രിയെ കണ്ടാൽ നിക്കരിക്കാൻ തോന്നൂല എന്നൊരു ചൊല്ലില്. മുക്രിയെ കണ്ടാൽ നിക്കരിക്കാൻ തോന്നൂല, അത് പാടില്ല. മുക്രിയെ കണ്ടാൽ നിക്കരിക്കാൻ തോന്നണം. പള്ളിയിലേക്ക് വരുന്ന നമ്മളെ കണ്ടാൽ, നമ്മുടെ സ്റ്റൈല് കണ്ടാൽ ആ സ്റ്റൈല് പ്രകടിപ്പിക്കണം. അത് ഇസ്ലാമാണ്. പള്ളിയിലാണ് നമ്മൾ ഭംഗി ഉണ്ടാക്കേണ്ടത്, പള്ളിയിലാണ് നമ്മൾ മനോഹരമായ നിലയിൽ വരേണ്ടത്. അത് പടച്ചവന്റെ നിയമമാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഖുർആൻ പറഞ്ഞ വചനമാണ്, ഖുർആൻ പറഞ്ഞ വചനം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ സാധാരണഗതിയിൽ പള്ളിയിലേക്ക് വരുമ്പോൾ പരമാവധി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ടാണ് വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ അടിച്ചു വാരുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറിയ തോർത്തുമുണ്ട് പോലത്തെ ഒരു സാധനം മാത്രം ഉടുത്തുകൊണ്ടാണ് അദ്ദേഹം അടിച്ചു വാരുന്നത്. ഞാൻ ജിജ്ഞാസയോടുകൂടി അമീറുൽ മുഅ്മിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ, എന്താണ് അങ്ങ് ഇങ്ങനെ? അല്ലേ, വലിയ രാജാവ്, ചക്രവർത്തി, ഭരണാധികാരി, ലോകം മുഴുവൻ അന്നും ഇന്നും പേര് കേൾക്കുമ്പോൾ കിടുകട്ടെ വിറയ്ക്കുന്ന ആള്, ആരെങ്കിലും അങ്ങേ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ നമ്മുടെ രാജാവ് ഇങ്ങനെയാ എന്ന് വിചാരിക്കൂലേ? പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യന് കൊടുത്തൊരു മറുപടിയുണ്ട്. സഹോദരാ, ഞാൻ എൻ്റെ കയ്യിൽ അടിച്ചു വാരുന്ന ഈ മാച്ചിൽ നിനക്ക് കൈമാറാത്തത് എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല, എൻ്റെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തെ നിഷ്കളങ്കമായ ലക്ഷ്യത്തോടുകൂടി അടിച്ചു വാരി വൃത്തിയാക്കുകയും അതിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ശരീരത്തിൽ പുരളുകയും ചെയ്താൽ ആ പൊടിപടലങ്ങൾ ശരീരത്തിൽ പുരണ്ട ശരീരം ഒരിക്കലും നരകത്തിൽ പോകൂല എന്ന് കേട്ടിട്ടുണ്ട്. ഉമറിന്റെ കുപ്പായത്തിനല്ല നരകത്തിൽ നിന്ന് മോചനം വേണ്ടത്, ഉമറിന്റെ കുപ്പായത്തിനല്ല നരകത്തിൽ നിന്ന് മോചനം വേണ്ടത്. ഉമറിന്റെ ഈ പാപഭംഗിലമായ മേനിക്കാണ്, ചർമ്മത്തിനാണ്, ശരീരത്തിനാണ്. അതുകൊണ്ട് ഉമറിന്റെ ശരീരത്തിൽ പൊടിയായിക്കോട്ടെ എന്ന് പറഞ്ഞു മഹാനായ ഉമർ റളിയല്ലാഹു തആല. അവരാണ് നമ്മുടെ മഹാത്മാക്കളായ നേതാക്കന്മാർ, നമ്മുടെ റോൾ മോഡലുകൾ എന്ന് പറയുന്നത് അവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാകണം. ഞാൻ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ പള്ളിയുടെ ഖിദ്മത്തുകൾ എൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടിയാണെന്നുള്ള ബോധം ഓരോ സഹോദരങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ചെയ്യാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാകും, ആവേശം ഉണ്ടാകും. വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. ആരും നമ്മളെ അംഗീകരിക്കാനോ ആദരിക്കാനോ വേണ്ടിയല്ല. നമ്മൾ പള്ളിയെ പരിപാലിക്കുന്നത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പള്ളി പരിപാലിക്കുമ്പോൾ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടാകട്ടെ. വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله وأقام الصلاة وآتى الزكاة ولم يخش إلا الله. വിശ്വാസം മാത്രം പോരാ, അമല് നന്നാകണം, പ്രവർത്തനം നന്നാകണം, ചെയ്തികൾ നന്നാകണം. പള്ളി പരിപാലിക്കുമ്പോൾ ആ പരിപാലന കമ്മിറ്റി എന്ന് പറയുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ അടിമുടി പരിശോധിച്ചാൽ നല്ലതായിരിക്കണം. അമലുകൾ നന്നാകണം. നമസ്കാരം, സക്കാത്ത്, ഈ രണ്ട് കാര്യത്തെ അള്ളാഹു എന്തിനാണ് എടുത്തു പറഞ്ഞതെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് നിസ്കാരം നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, രണ്ട് കർമ്മം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ശീർഷകമാണ്. നമ്മുടെ സംസ്കാരം നന്നാകണമെന്നാണ് അതിന്റെ സാരം.
നമ്മുടെ ജീവിതം മുഴുവൻ നന്നാകണമെന്നാണ് അതിന്റെ സാരം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും കച്ചവടാദി ബന്ധങ്ങളുടെയും ഒരു ശീർഷകമാണ്, ഒരു തലക്കെട്ടാണ്. പള്ളി പരിപാലിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ നന്നാകണം, ഇടപാട് നന്നാകണം, കൊടുക്കാനുള്ളവർക്ക് കൃത്യമായി കൊടുക്കണം, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. കടം വാങ്ങിയിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് കൈമലത്തരുത്, ആവും പോലെ വാങ്ങിക്കുമെന്ന് പറയരുത്, തണ്ട് പറയരുത്. ചില സഹോദരങ്ങൾ എന്നോട് പറയാറുണ്ട്, ഞാനെല്ലാം പറഞ്ഞാൽ പിന്നെ തലശ്ശേരിക്കാരൻ എന്നോട് ദേഷ്യം പിടിച്ചു പോകും, എന്നോട് തെറ്റിപ്പോവും, ആകെ 2-3 ദിവസത്തേക്ക് വിളിച്ചാൽ ഇനി മേലാ ഇയാളെ വിളിക്കണ്ടെന്നങ്ങ് തീരുമാനിച്ചു പോകും. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, പണം തരാനുള്ളവൻ പല പ്രാവശ്യം പറഞ്ഞു പറ്റിച്ചു. അവനെ പിടിക്കാൻ എവിടെയാ പോകേണ്ടത് അന്വേഷിച്ച് ആളുകൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ പോയാൽ മതി, ഇന്ന പള്ളിയിൽ പോയാൽ അവിടെ ഉണ്ടാവുകയാണ് ഇന്ന സ്ഥലത്ത്. ഞാൻ അങ്ങനെ എൻ്റെ പൊന്നു ഉസ്താദെ ആ പള്ളി അന്വേഷിച്ചിട്ട് പോയി. ഞാൻ പോയി നോക്കുമ്പോൾ അയാൾ സമയമായപ്പോൾ അയ്യാലോ സോലോ എന്ന് വാങ്ങ് കൊടുക്കുന്നു, അയ്യാലോ ഫൊലോ വാങ്ങ് കൊടുക്കുന്നു. എൻ്റെ കൈകാലം പറിച്ച്, പടച്ചോനെ ഈ പള്ളിയിൽ അയ്യാലോ ഫൊലോ എന്ന് വിളിക്കുന്ന ഇത്ര നല്ല മനുഷ്യനെ പണം തരാത്തതിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയാണ് കൊറല പിടിക്കുക എന്ന് എനിക്ക് ബേജാറായിപ്പോയി. ഞാൻ തിരിച്ചു വന്നു. ഒരിക്കൽ 2 പ്രാവശ്യം എന്നോടൊരു സഹോദരൻ പറഞ്ഞ അനുഭവം. 1-2 ആളുകളെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ എന്നോട് അത്തരക്കാരായ ആളുകളുടെ മുമ്പിൽ പരസ്യമായ നിലയിൽ പറഞ്ഞത്, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ പള്ളിയിൽ ആദ്യത്തെ സഫിൽ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളും കള്ളന്മാരാണ്. ആദ്യത്തെ സഫിൽ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് പൈസ തരാനുണ്ട്, വാങ്ങിയിട്ട് തരാത്തവന്മാരാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, എന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പറയാമല്ലോ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണം വാങ്ങിയാൽ അത് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ വേഷവും കോലവും ഒക്കെ ഒരിക്കലും നമ്മൾ അതിനൊരു വഴിയാക്കരുത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഒരു പണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ബമ്പിച്ച പ്രസംഗമല്ലേ പ്രസംഗിച്ചൂട്ടത്, നീട്ടി ഓതി വലിയ തലേക്കെട്ട്, നീളമുള്ള കുപ്പായം, വെളുവെളുത്ത കോലം, ഒന്ന് അടുത്ത് നോക്കണം. 1 ഉറുപ്പ്യ കിണിഞ്ഞു പോയാൽ പിന്നെ എൻ്റെ ഉമ്മ അതിങ്ങോട്ട് തിരിച്ചു കിട്ടുകയില്ല. ആരാ പറയാ? നിങ്ങൾ പറയുന്നത് എന്നെയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, പകരം എൻ്റെ പ്രസംഗത്തെ, ഞാൻ ഓതിയ ഖുർആനിനെ, ഞാൻ പഠിച്ച ഇൽമിനെ, ഞാൻ അണിഞ്ഞ സുന്നത്തായ വേഷത്തെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇസ്ലാമിക ലക്ഷണങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തും. ഇതുപോലെ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, മദ്രസയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, ദീനിയായ ഇൽമുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരു പടി കൂടുതൽ ശ്രദ്ധിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പള്ളി പരിപാലനം മഹത്തായ ഒരു അമലാണ്. ആ പരിപാലനത്തിന് ആദ്യമായി അടിസ്ഥാനപരമായി അള്ളാഹു ഖുർആനിലൂടെ നേതൃത്വം നൽകാൻ അവസരം നൽകിയത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയാണ് ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്. ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്കുണ്ട്, ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട്, പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വന്നപ്പോൾ ഒരു കാര്യം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണെന്നറിയോ? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുമ്പോൾ, കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിൽ നിന്നും അതിനെ പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം എന്ന ഉപ്പയോടൊപ്പം ഇസ്മായിൽ എന്ന കൊച്ചുമകനും കൂടെ ഉണ്ടായിരുന്നു എന്ന്. ഇസ്മായിൽ എന്ന കൊച്ചുമകനും കൂടെ ഉണ്ടായിരുന്നു. എന്തിനാണ് പരിശുദ്ധ ഖുർആനിൽ ഇത് വ്യക്തമായി അള്ളാഹു എടുത്തു പറഞ്ഞത്? ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിന്റെ കുറെ നാളായുള്ള ദുഃഖം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. എന്തിനാണ് ഇബ്രാഹിം എന്ന ഖലീൽ പള്ളി നിർമ്മാണം നടത്തുമ്പോൾ ഇസ്മായിൽ എന്ന കൊച്ചുമകനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പടച്ചവൻ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇരിക്കുന്ന നമ്മളുടെ ഒക്കെ പള്ളി പരിപാലനം പോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ ഒപ്പം നിൽക്കാൻ നമ്മുടെ കൊച്ചുമക്കളില്ലല്ലോ എന്ന ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. എവിടെ പോയി നമ്മുടെ പുതിയ തലമുറ? പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എത്ര മണിക്ക് തീരും? എവിടെ പോയി നമ്മുടെ തലമുറ? പരീക്ഷ കഴിഞ്ഞ് അവരെങ്ങോട്ട് പോയി? പള്ളിക്കൂടത്തിൽ നിന്നും വന്നു, സ്കൂളിൽ നിന്നും വന്നു, കോളേജുകളിൽ നിന്നും വന്നു, അവരെങ്ങോട്ട് പോയി? എങ്ങോട്ട് പോകുന്നു അവർ? അവരുടെ ജീവിത സഞ്ചാരം എങ്ങോട്ടാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നിന്റെ കൽപ്പന പ്രകാരം ഞാനും എൻ്റെ മകനും പള്ളി നിർമ്മാണം നടത്തുകയാണ്, പള്ളി പണിയുകയാണ്. പടച്ചവനെ, ഞങ്ങൾ പണിയുന്ന കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണം. നീ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നീ സ്വീകരിക്കണമേ. മാത്രവുമല്ല, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ
ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا ഞങ്ങളുടെ രക്ഷിതാവേ വജഅൽനാ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ മുസ്ലിമൈനി ലക നിന്നെ അനുസരിക്കുന്ന മുസ്ലിമീങ്ങളാക്കണമേ മുസ്ലിമൈനി ലക എന്നെയും എൻ്റെ മോനെയും എന്നെ മാത്രം അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെടുത്തി ദീനുമായി ബന്ധപ്പെട്ട് നിസ്കാരവും നിലയുണ്ടായി നല്ല കോലവും വേഷവും ഒക്കെ ആയി എനിക്ക് ശേഷമുള്ള എൻ്റെ തലമുറയെ കുറിച്ചിട്ട് അങ്ങനെ ഒന്നും എനിക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഭാഗ്യദോഷിയാണ്. അതുകൊണ്ട് വജഅൽനാ മുസ്ലിമൈനി ലക മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഇബ്രാഹിം എന്ന പിതാവിന്റെ മനസ്സിന്റെ ഗദ്ഗതം നമ്മളൊന്ന് വായിച്ചെടുക്കൂ പ്രിയപ്പെട്ടവരെ. നൊമ്പരവും വേദനയും പ്രാർത്ഥനയും അതിൽ അടങ്ങുന്ന ആ ദുഃഖവും നമ്മളൊന്ന് വായിച്ചെടുക്കൂ. പടച്ചവനെ, ഞാൻ പള്ളി ഉണ്ടാക്കി, പള്ളി പരിപാലിച്ചു, അതിന് വലിയ മഹത്വങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ശേഷം ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഒരു സമുദായം, ഒരു തലമുറ ആ വഴിയിലേക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദ്വാരക്കാണ് വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങൾ അനുസരിച്ചതുപോലെ, ഞങ്ങൾ നടന്നതുപോലെ, ഞങ്ങൾ ദീനിയായ കർമ്മങ്ങളൊക്കെ ചെയ്തതുപോലെ ഞങ്ങൾക്ക് ശേഷം നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ എന്ന് ദ്വാരക്കാം. അള്ളാഹു നമുക്കൊക്കെ ഉണ്ടാക്കി തരുമാറാകട്ടെ. അതത്രയും പ്രാധാന്യമുള്ള കർമ്മമായതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹിസ്സലാമയെ കൊണ്ട് അങ്ങനെ ദ്വാരിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അള്ളാഹു തആല ഖുർആനിലൂടെ നമ്മളെയൊക്കെ ഈ 1500 വർഷങ്ങൾക്ക് ശേഷം ഓദിപ്പിക്കുന്നത്, പ്രസംഗിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം നമ്മളുടെ പിന്നിൽ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ ഉണ്ടാകണം. നിസ്കരിക്കാൻ സഫിലുണ്ടാകണം, നോമ്പെടുക്കുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകണം, പൊതുവായ പ്രവർത്തനങ്ങൾ, ദീനിയായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആദ്യമായി കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വചനങ്ങളുണ്ട്. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا يَنَالُ أَحَدِ الظَّالِمِينَ وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِي لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. അള്ളാഹു പറയാം, ഇബ്രാഹിം എന്ന ഖലീലിനോട് പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹു പറയാണ്, ആ വീടിനെ, ആ ഭവനത്തെ അഥവാ പള്ളിയെ, കഅബാലയത്തെ കൂടുതൽ പ്രതിഫലം കിട്ടാൻ ഉതകുന്ന ഒരു ഗേഹമാക്കി ഞാൻ നിശ്ചയിച്ചു. എന്നിട്ടോ ഇബ്രാഹിം അലൈഹിസ്സലാമയോടും മകൻ ഇസ്മായിലിനോടും ഞാൻ കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? അൻ തഹിറാ ബൈതി. നിങ്ങൾ ഉപ്പയും മോനും, അങ്ങനെ ഞാൻ അർത്ഥം വെക്കുക, നിങ്ങൾ ഉപ്പയും മോനും രണ്ടാളും കൂടിയിട്ട് ഈ ഭവനത്തെ നന്നായി വൃത്തിയാക്കണം. അൻ തഹിറാ ബൈതി. എന്തിനു വേണ്ടി? ലിത്തായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. ഇതാ റമളാൻ വരുന്നു. റമളാൻ മുമ്പ് നമുക്ക് പള്ളിയൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കണം, പോളിഷ് ചെയ്ത് വൃത്തിയാക്കണം, കാർപ്പറ്റൊക്കെ ഒന്ന് മാറ്റണം. അതുമായി ബന്ധപ്പെട്ട ചിലരെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. ആരോട് കൽപ്പിക്കുന്നു? വാപ്പയോടും മോനോടും. വാപ്പയും മോനും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ കർമ്മം ചെയ്യണം. എന്തിനു വേണ്ടി? ലിത്തായിഫീന. ഇത് കഅബയാണ്. സാധാരണ ഓടത്തൽ പള്ളിക്കില്ലാത്തൊരു പ്രത്യേകത കഅബാലയത്തിനുണ്ട്. കഅബാലയത്തെ എപ്പോഴും ആളുകൾ തവാഫ് ചെയ്യും. അതുകൊണ്ട് തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി പള്ളിയെ നീ വൃത്തിയാക്കി വെക്കണം. തവാഫ് ചെയ്യുന്നവർ. രണ്ടാമത്തതോ ആക്കിഫീങ്ങൾക്ക് വേണ്ടി ഈ പള്ളി ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം ഇഅ്തികാഫ് എന്ന് പറയുന്ന കർമ്മമാണ്. പള്ളി എന്തിനാ ഉപയോഗപ്പെടുത്തേണ്ടത്? പള്ളി ഉപയോഗപ്പെടുത്തേണ്ടത് ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇഅ്തികാഫ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കായി നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാ പല ആളുകളും വിളിച്ചു ചോദിക്കും, എല്ലാവരും 10-ന്റെ അന്നാണ് വരിക. ഇപ്പൊ ഇന്ന് രാത്രിയോടെ നമ്മുടെ പള്ളിയിൽ ആളുകൾ വരും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ പല ആളുകളും എല്ലാ റമദാനിലും 1 മുതൽ ഇരിക്കാൻ ആഗ്രഹിച്ചു വരും. 1 മുതൽ വന്നോളൂ, അൽഹംദുലില്ലാ 1 മുതൽ.
1 മുതൽ 30 ദിവസം പള്ളിയിൽ വന്ന് എത്തിക്കാഫിരിക്കുന്ന ഇന്നത്തെ പൊതുസമൂഹത്തിൽ ഒരുപാട് ജോലി തിരക്കുകളുള്ള ഒട്ടനവധി സഹോദരങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിൽ, നമ്മുടെ അനുഭവത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വന്നിരുന്നോട്ടെ എന്ന് ചോദിക്കാം. വരണമല്ലോ. പള്ളി എന്ന് പറഞ്ഞാൽ എത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി, തഹാറത്താക്കി, ശുദ്ധിയാക്കി, വൃത്തിയാക്കി നൽകാൻ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അൻതഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. നമ്മൾ റുക്കഇ സുജൂദിന് വേണ്ടി മാത്രം, അതായത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളി നന്നായി മൊഞ്ചാക്കി കൊടുക്കും, ഭംഗിയാക്കി കൊടുക്കും, സൗകര്യപ്പെടുത്തി കൊടുക്കും. ബാക്കിയുള്ള കർമ്മത്തിന് വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 34 കൊല്ലം മുമ്പ് ഇവിടെ പ്രസംഗിക്കാൻ വന്നു നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് എന്നെ കേട്ടവരാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അന്ന് നോമ്പ് 27-ന്റെ അന്നാണ് സമാപന പ്രഭാഷണം. നോമ്പ് 27-ന്റെ അന്ന് അസറിന് ശേഷം ഇതുപോലെ ദീർഘമായൊരു പ്രസംഗം ഉണ്ടാവും. അന്നിങ്ങനെ പ്രസംഗിച്ചുടനെ എനിക്ക് ഓടിപ്പാനില്ലാത്തത് കൊണ്ട് ഞാനും അങ്ങ് നീട്ടി പ്രസംഗിക്കും, ദീർഘമായ പ്രസംഗം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു കൊട്ടിക്കലാശം പോലെ 27 രാവിന്റെ അന്ന് തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഈ പള്ളി നിറഞ്ഞു കവിയും. ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ആവേശ പ്രസംഗം നടത്തും. അന്ന് കെ സാഹിബ് എന്നോട് പറഞ്ഞു, അത് ഉഷാറാക്കണം കേട്ടോ, ഉഷാറാക്കണം, ഭയങ്കരമായി ജനങ്ങൾ വരും, ഉഷാറാക്കണം. അത് എത്ര നീണ്ടാലും കുഴപ്പമില്ല. അസറിന് ശേഷം ആവുമ്പം നോമ്പ് തുറക്കാൻ വേണ്ടി പോണ്ടേ. തറാവീക്ക് ശേഷമുള്ള നിസ്കാരം എത്ര നീണ്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പ്രസംഗിച്ചോളൂ. അപ്പൊ കൂടിയിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക, ഇതെങ്ങാനും കേട്ടിട്ട് ഇയാളിന് നിരമെളുക്കുന്നവരെ പ്രസംഗിച്ചോളൂ റബ്ബേ എന്നല്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കാലും എല്ലാം കാണിക്കുന്നതിന്റെ ഇടയിൽ കെ സാഹിബ് തിരുത്തിയിട്ട് പറഞ്ഞു, ഏകദേശം ഒരു 1 മണിയോടുകൂടി നിർത്തിക്കളയണം. 1 മണിയോടുകൂടി നിർത്തിക്കളയണം. പ്രസംഗവും ദുആയും ഒക്കെ ആയിട്ട് 1 മണിയോട് നിർത്തിക്കളയും. ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല, 1 മണിയാകുമ്പോഴത്തേക്ക് പള്ളി കൂട്ടണ്ടേ എന്ന് പറഞ്ഞു. പള്ളി കൂട്ടണ്ടേ. ഇപ്പോഴത്തെ അവസ്ഥ എന്തായി? പള്ളി കൂട്ടലുണ്ടോ രാത്രി? അന്ന് ഞാൻ കെ സാഹിബ് അടക്കമുള്ള എന്നെ ബഹുമാനിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത ഓടത്തൽ പള്ളിയുടെ കമ്മിറ്റിക്കാരോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്ന സഹോദരങ്ങളെ, എന്നെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് രാത്രി 1 മണി വരെ പ്രസംഗിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? എത്തിക്കാഫിരിക്കണേ എന്നാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് 1 മണിക്ക് നിർത്തിയേക്കണേ, പള്ളി പൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊടുക്കണമെന്നല്ലേ? 1 മണിയോടുകൂടി പ്രസംഗവും ദുആയും വഅദും ഉറുദിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങിക്കൊടുക്കണോ എന്നാ പറയുന്നതെങ്കിൽ പിന്നെ നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ എന്താ ബന്ധം? എന്റെ അനുഭവം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടത്തൽ പള്ളിയിൽ പോയി നോക്കണം. 27 രാവിന്റെ അന്ന് രാത്രി പള്ളി കൂട്ടുന്നുണ്ടോ, ആളുകൾ ഇറക്കി വിടുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബായ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പള്ളി പരിപാലിക്കുന്നതിനെ കുറിച്ചിട്ട് പടച്ചവൻ പറഞ്ഞപ്പോൾ പ്രധാനമായി നൽകിയ കൽപ്പനയിൽ നിങ്ങൾ നിങ്ങളുടെ മകനും ചേർന്നുകൊണ്ട് ഇവിടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം, ഇവിടെ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം, ഇവിടെ നിസ്കരിക്കാൻ വരുന്ന റുക്കൂഉ സുജൂദുകൾ ചെയ്യുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അതെന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ഓർഡറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇഅ്തികാഫ് എന്ന് പറയുന്ന അമൽ പരിശുദ്ധ ഖുർആനിന്റെയും പരിശുദ്ധ ഹദീസിന്റെയും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടിയ മഹത്തായ ഒരു കർമ്മമാണ്. ആർക്കെങ്കിലും അത് അനുഷ്ഠിക്കാൻ സൗഭാഗ്യം കിട്ടിയാൽ അവർ വലിയ ഭാഗ്യശാലികളാണ്. ആരെങ്കിലും ഒരാള് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാ വരെ അതാത് മഹല്ലുകളിലെ ജുമുഅത്ത് പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഇരിക്കുകയും ആ ഇരുത്തത്തിൽ അവൻ ഖുർആൻ ഓതുകയോ ദിക്ർ ചെയ്യുകയോ അല്ലാത്ത മറ്റൊന്നും സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ അവന് വേണ്ടി അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മാളിക പണിഞ്ഞു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ നാട്ടിലെ ജുമുഅത്ത് പള്ളിയിൽ മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള സമയം ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഇരിക്കുകയും ആ ഇരുത്തത്തിൽ അവൻ ആവശ്യമില്ലാത്ത വർത്താനങ്ങളും സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കി. അത് പ്രധാനമാണ്. പള്ളിയിൽ നമ്മൾ ഇഅ്തികാഫ് എല്ലാ ദിവസവും അനുഷ്ഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ കൂട്ടി പണിയും വേലയൊന്നും ഇല്ലാത്ത ആളുകൾ ഇനി പള്ളിയിലേക്ക് വരും. ഇഅ്തികാഫ് ഇരിക്കുന്നത് ചിലപ്പം പള്ളിയിലായിക്കണമെന്നില്ല, പള്ളിയുടെ മുമ്പിലുള്ള ഗേറ്റ് മേലെ ഇങ്ങനെ വെയിറ്റ് കൂക്കിയിട്ട് അങ്ങ് ഇരിക്കുക. നമ്മൾ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കാൻ അൽഹംദുലില്ലാ നിങ്ങളിവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ അസർ മുതൽ പാതിരാത്രി 12 മണി വരെ ഇരുന്ന് ഇഅ്തികാഫ് നടത്തിയതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന സംസാരമോ ആരെ കുറിച്ചിട്ടാ പറയാ, എന്തെല്ലോ പറയാൻ, അതും ഇതും പറയാ. അങ്ങനെ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഹദീസിൽ ഇപ്രകാരം വ്യക്തമായി പറഞ്ഞത്, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാ വരെ ജുമുഅത്ത് പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഒരു മനുഷ്യൻ ഇരിക്കുകയും ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും അല്ലാത്ത മറ്റൊന്നും അവൻ പറയാതിരിക്കുകയും ചെയ്താൽ അവന് വേണ്ടി അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മാളിക പണിതു കൊടുക്കുമെന്ന്. ഒരു മാളിക അല്ലാഹു നമുക്കൊക്കെ തരുമാറാകട്ടെ.
മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ കുറച്ച് സമയം അഥവാ മെനക്കെട്ടിരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അവൻ ഒരു മാളിക സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, 10 ദിവസക്കാലം ദീർഘമായി റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യശാലികൾ എത്ര വലിയ പ്രതിഫലത്തിന് അർഹതയുള്ളത്. അള്ളാഹു നമുക്കൊക്കെ അത് നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് സഹബാക്കൾ അതിൽ മുൻഗണന നൽകിയത്. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അതിൽ ഇത്രയും വലിയ ആവേശം കാണിച്ചത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അമലാണ്. ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിരാഹാരം കിടക്കുന്നു, കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ട് അത് നേടിയെടുക്കുന്നത് വരെയും ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങൾ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഭവനത്തിൽ വന്ന് പടുകടക്കുകയാണ്, ഭജനയിരിക്കുകയാണ്. അവന്റെ ഭവനത്തിൽ വന്ന് നമ്മൾ കുത്തിയിരിപ്പ് നടത്തുകയാണ്. അതാണ് ഇഅ്തികാഫ്. മറ്റൊരർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളിലും രസങ്ങളിലും സമയം മുഴുവൻ മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് അവരുടെ മനസ്സ് നിറയെ ഭൗതികമായ വിഭവങ്ങളോടുള്ള മുഹബ്ബത്ത് കുത്തി നിറച്ചിരിക്കുകയാണ്. നമുക്ക് ഭാര്യ, മക്കള്, കുടുംബം, കച്ചവടം, അല്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത്? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാലും എവിടൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാലും എവിടൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്? ഒരാള് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഭക്തിയോടുകൂടി ഇങ്ങനെ കൈകെട്ടി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. റമദാൻ മാസമാണ്, അവസാനത്തെ 10 ഇഅ്തികാഫിലാണ് എന്ന് വിചാരിച്ചോളൂ. ദീർഘമായ നിലയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുവഴി ഒരാൾ കടന്നുപോയി. അത് ലൈലയുടെ പ്രേമഭാജനം. ലൈല മജ്നൂൻ എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടോ? ഉറക്കം വരുന്നെങ്കിൽ ലൈല മജ്നൂനെ കുറിച്ച് 2 വാക്ക് പറയാം, പക്ഷേ സമയമില്ല. ലൈല മജ്നൂൻ നമ്മൾ കേട്ടിട്ടില്ലേ? ലൈലയെ കുറിച്ചിട്ട് പ്രേമഭാജനം, പ്രേമഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, ഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് എന്റെ ലൈല, എന്റെ ലൈല, എന്റെ ലൈല, എന്റെ ലൈല എന്ന് വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരുത്തൻ. അവന്റെ ഹൃദയം മുഴുവൻ ആരാ ഉള്ളത്? അവന്റെ ഹൃദയം മുഴുവൻ ലൈലയാണുള്ളത്. ലൈലയെ കുറിച്ച് വിളിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അറിയാതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആ മഹാമനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് തട്ടിപ്പോയി. അയാൾ ഇങ്ങനായി ദേഷ്യം പിടിച്ചു. എന്റെ ലൈല, പള്ളിയിലും ലൈല, നിസ്കരിക്കുന്ന ആളുകളെ ഇടങ്ങേറാക്കിക്കൊണ്ട് എന്റെ ലൈല, എന്റെ ഒടുക്കത്തെ ഒരു ലൈല ചൂടായി ദേഷ്യം പിടിച്ചു. നിസ്കാരത്തിൽ തന്നെ കൈയിളക്കി. അപ്പൊ ഈ സാധുവായ മനുഷ്യൻ, സോറി, ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ നിസ്കരിക്കാന്നുള്ളത് ഞാൻ കണ്ടില്ല, അറിയാണ്ട് തട്ടിപ്പോയതാണ്. അങ്ങനെ അറിയാണ്ട് തട്ടാലോ, എൻ്റെ ഒരു സോറി. പിന്നെ അയാൾ ദേഷ്യം പിടിച്ചു. അപ്പൊ ഈ പ്രണയഗാനവുമായി നടക്കുന്ന ലൈല മജ്നൂൻ എന്ന് പറയുന്ന ഭ്രാന്തൻ ഉണ്ടല്ലോ, ആ ഭ്രാന്തൻ വളരെ താഴ്മയോട് പറഞ്ഞു, സംഗതി ശരി തന്നെ, നിങ്ങൾ നിസ്കാരത്തിലായിരുന്നു, പടച്ചോനെ ഓർക്കാണ്, ഭയങ്കര ഇബാദത്തായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ മനസ്സ് നിറയെ ലൈല 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 എന്ന് നിറച്ചു വെച്ചിരിക്കുക. ലൈലയെ ഓർത്തുകൊണ്ട് ലൈലയുടെ പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നത് പോലും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തട്ടിയത്. നിങ്ങൾ രാജാതിരാജനായ രക്ഷിതാവിൻ്റെ മുമ്പിൽ അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അവൻ്റെ വചനങ്ങൾ ഓതുകയും ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ തട്ട് നിങ്ങൾ കൊള്ളാൻ പാടില്ലായിരുന്നു, എൻ്റെ തട്ട് നിങ്ങൾ കേൾക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെക്കാട്ടി നല്ല ആൾ ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന പണിയിൽ നിഷ്കളങ്കനാണ്, ഞാൻ ചെയ്യുന്ന പണിയിൽ പെർഫെക്റ്റാ. നിങ്ങളെപ്പോലെ ഉള്ളിൽ ഒന്നുമില്ലാതെ പുറമേ ഇങ്ങനെ ദീർഘമായ ഓത്തുകൊണ്ട് പടച്ചവനെ പറ്റിക്കാൻ ശ്രമിക്കുന്നവനല്ല ഞാൻ. എനിക്ക് എൻ്റെ ലൈലയ്ക്ക് വേണ്ടി ഒരു പക്ഷേ എൻ്റെ കൈ മുറിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും, എൻ്റെ കാല് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭൗതികമായ വിഭവങ്ങളോടുള്ള മുഹബ്ബത്തും സ്നേഹവും ഒക്കെ അറുത്തു മുറിച്ച് മാറ്റിയിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും പള്ളിയിൽ വന്ന് പടച്ചവനിലേക്ക് അണയാനുള്ള ഒരു ശ്രമം, അതാണ് ഇഅ്തികാഫ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഇന്ന് ഞാൻ നിങ്ങളുമൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ദുനിയാവുണ്ടല്ലോ, ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ദുനിയാവിൽ നിന്നും നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സമയത്ത് ആളുകളൊക്കെ നമ്മളെ അതിൽ നിന്നും ഇങ്ങനെ പിടിച്ചു വലിച്ചിറക്കും. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനത്തിൽ നിന്നും, നമ്മൾ കടന്നുറങ്ങുന്ന നമ്മുടെ അലങ്കൃതമായ അറകളിൽ നിന്നും, നമ്മൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു നേരത്ത് നിർബന്ധിതമായ നിലയിൽ ജനങ്ങൾ നമ്മളെ ഇങ്ങനെ പിടിച്ചു വലിച്ചിറക്കും. എന്നിട്ടോ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് അവരുടെ തോളിലേറ്റി കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് വെളിച്ചമൊന്നുമില്ലാത്ത ഒരു കുഴിമാടം തുറന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മളെ അടച്ചിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നല്ല ഹാത്തിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിട്ടുപോകാൻ നിർവാഹമില്ലാതെ പിടിച്ചു നിന്നിരുന്ന ദുനിയാവിൽ നിന്നും എന്നെ പിടിച്ചിറക്കിയതാണ്, വലിച്ചു കൊണ്ടുപോയതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, മരിച്ചു മലന്ന് കിടക്കുമ്പം എല്ലാം സ്വസ്ഥം, ഇപ്പൊ തിരക്കില്ല, ടെൻഷനില്ല, ബിസിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ, ഇപ്രാവശ്യം ഞാൻ അറിയാണ്ട് ഇങ്ങനെ കുറെ പ്രസംഗങ്ങൾക്ക് അങ്ങ് സമ്മതിച്ചു. എങ്ങനെ സമ്മതിച്ചെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല.
ചില സഹോദരങ്ങൾ വന്നിട്ട് ഇനിയും പ്രസംഗിക്കാൻ വേണ്ടി അവരെന്നെ നിർബന്ധിക്കുക. ഇവരോട് തിരക്കൊക്കെ തീർന്നോ? ഞാൻ പറഞ്ഞു തിരക്ക് തീരണമെങ്കിലേ മരിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ മരിച്ച് മലന്ന് കിടക്കുമ്പോഴും നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് പറയും, ഹേയ് എന്തായി കിടക്കുന്നത്, എണീക്ക് 2 വാക്ക് പറഞ്ഞിട്ട് വാ എന്ന് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. മരിച്ചാലും നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടാൻ സാധ്യതയില്ല. പൊതുജനത്തിന്റെ മുഹബ്ബത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ക്ഷീണമുണ്ട്. അല്ല, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഒരു പ്രസംഗം കഴിഞ്ഞ് വന്നിറങ്ങുമ്പോൾ കൈകൾ നിട്ട് ക്ഷീണമുണ്ടല്ലേ? ക്ഷീണമൊന്നുമില്ല. ക്ഷീണം ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ അത് കളവാവൂലേ പ്രിയപ്പെട്ടവർ? അള്ളാഹു നമുക്കൊക്കെ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പക്ഷേ നമ്മളിങ്ങനെ തിരക്കിട്ട ഓട്ടത്തിന്റെ ഇടയിൽ ഒന്നും അറിയാതെ ഓടി എവിടെങ്കിലും ഒന്ന് മറിഞ്ഞു വീണ് മലന്ന് കിടക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരായ ബന്ധുമിത്രാദികൾ വരും. ഇതുവരെയും വലിയ വാദവും ഉറുതിയും പ്രസംഗവും ഒക്കെ നടത്തി നാട്ടുകാരെ ഒക്കെ വേദനിപ്പിച്ച മനുഷ്യനല്ലേ, ഇനി മേലാ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ താടിയല്ലുകൾ അടക്കം ഇങ്ങനെ ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടിമുറുക്കും. മിണ്ടിപ്പോകരുതെന്ന്, മിണ്ടരുത്. കൈപിടിച്ചൂടെ കെട്ടിവെക്കും, കൈയനക്കരുത്. ഇനിയിപ്പൊ കൈയനക്കാൻ കഴിയില്ല, നാവനക്കാൻ കഴിയില്ല, ചുണ്ടനക്കാൻ കഴിയില്ല, ഒരക്ഷരം ഉരിയാടാൻ കഴിയില്ല. കുറച്ച് സമയം കാത്തു നിൽക്കും. എന്തിനാ? അമ്മോ ഏതോ ഒരു മോനുണ്ട് പോലെ എറണാകുളത്ത് ഓൻ വരുന്നുണ്ട്, ഓനെ കത്തിക്ക. പ്യാപ്പിള വരാനുണ്ട് പോലെ പ്യാപ്പിള കാത്തിക്ക. അപ്പോഴത്തെ കുറച്ചാൾ പറയും അങ്ങനെ പ്യാപ്പിളുടെ മോനൊന്നും കാത്തിക്കാനൊന്നും കഴിയില്ല, റമദാനാണ്, വേഗം അടക്കേക്ക. ഓഹോ, എന്നാ പിന്നെ വേഗം അടക്കേ. അള്ളാഹു നമുക്കൊക്കെ നല്ല ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഖാത്തിമത്ത് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. ഇങ്ങനെ നമ്മുടെ ദുനിയാവിൽ നിന്നും നിർബന്ധിതമായ നിലയിൽ നമ്മൾ പോറ്റി വളർത്തിയ ആളുകൾ നമ്മളെ പിടിച്ചിറക്കിയിട്ട് ഒരു 2-3 കഷ്ണം തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി തോളിലേറ്റി ഖബറെന്ന് പറയുന്ന കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ അടക്കിയിട്ട് അവരൊക്കെ മടങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മടങ്ങിപ്പോകും. അവർ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് ആരാണ് കൂട്ടുണ്ടാവുക? നമുക്കാരാണ് കൂട്ടുണ്ടാവുക? നമ്മൾ എങ്ങനെയാണ് സമയം പോക്കുക? നമുക്ക് എങ്ങനെയാണ് വെളിച്ചം കിട്ടുക? നമുക്ക് എങ്ങനെയാണ് പ്രതിഫലത്തിന്റെ പ്രയോജനങ്ങൾ ഉണ്ടാവുക? അത് ആലോചിക്കാനാണ് ജീവിതത്തിൽ തന്നെ നമ്മുടെ ദുനിയാവുള്ളതിനോടുകൂടി, ആയുസ്സുള്ളതിനോടുകൂടി, ആരോഗ്യമുള്ളതിനോടുകൂടി, ബുദ്ധി ഉള്ളതിനോടുകൂടി ആര് നമ്മളെ നിർബന്ധിക്കുകയും പിടിക്കുകയും വലിക്കുകയൊന്നും വേണ്ട. നമ്മൾ തന്നെ കെട്ടുമുട്ടുമൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് ഇനി വരികയാണ് പടച്ചവന്റെ ഭവനത്തിലേക്ക്. ഇന്ന് ഞാൻ 10 ദിവസം പടച്ചവനെ പള്ളിയുടെ ഉള്ളിൽ വന്ന് കിടക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇനി ഒരിക്കൽ ഈ പള്ളിയുടെ പുറത്തുള്ള കബറിടത്തിൽ ഞാൻ വന്ന് കിടക്കുമ്പോൾ എനിക്ക് നിന്റെ ബന്ധമുണ്ടാകണം. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, എല്ലാ ബന്ധങ്ങളും ഛേദിക്കപ്പെടും. പക്ഷെ അവിടെ ഒരു ഉപകാരത്തിനെത്തുന്ന ബന്ധമുണ്ട്. അതെന്റെ റബ്ബുമായി ഞാൻ സൃഷ്ടിച്ച ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധമാണ്. ദാലികൽ യൗമുൽ ഹഖ്. അല്ലാഹു പറയാം, ദാലികൽ യൗമുൽ ഹഖ്. അങ്ങനൊരു ദിവസം തീർച്ചയായും വരും, എല്ലാവർക്കും വരും, യാതൊരു സംശയം വേണ്ട. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. അങ്ങനെ ഒരു സത്യമായ ദിവസം വരുമ്പോൾ, എല്ലാവരും നിങ്ങളെ കൈയൊഴിയുമ്പോൾ, അന്ന് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉപകാരം കിട്ടാൻ നിങ്ങളുടെ റബ്ബുമായി ഇന്നൊരു നല്ല ചാനൽ ഉണ്ടാക്കിക്കോളൂ, ഒരു ബന്ധം ഉണ്ടാക്കിക്കോളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. ആ ബന്ധം സ്ഥാപിച്ചെടുക്കാനാണ് ജീവിച്ചിരിക്കെ എല്ലാം ഒഴിവാക്കിയിട്ട്, നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചുമരിന്റെ അപ്പുറത്താണ് ആയിഷ ബീവി ഉള്ളത്, ഒരു ചുമരിന്റെ അപ്പുറത്താണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഉള്ളത്. ആ ചുമരിന്റെ ഇപ്പുറത്തേക്ക് അവരെ ഒഴിവാക്കി കൊണ്ടുവരുന്നു, പള്ളിയിൽ ഇരിക്കുന്നു. എന്നിട്ടും പോരാഞ്ഞിട്ട് ഖബറിന് സമാനമായ നിലയിൽ ഒരു ചെറിയ കൂടാരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ പ്രസംഗിക്കുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതെനിക്കറിയില്ല, പക്ഷേ ചില അനുഭവങ്ങൾ വല്ലാതെ മനസ്സിനെ സ്വാധീനിക്കും. ഞാൻ ഇതുപോലെ അവസാനത്തെ 10 എത്തിക്കാഫിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും റെഡിയാകുകയാണ്. സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് അവസാനം എല്ലാവരോടും സലാം പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ മുത്തം കൊടുത്തിട്ട് പെട്ടിയും മുട്ടവും മറ്റേ തലങ്ങണിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ വല്ലാണ്ട് കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. അങ്ങനെയാണല്ലോ, ഉപ്പാപ്പനെ വിടുന്നില്ല, ഉപ്പാപ്പാനെ വിടുന്നില്ല, വിടൂല, അവർ പൊട്ടിച്ചു വെക്കും, അവർക്കൊന്നും അറിയില്ലല്ലോ. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചു, അവർ വിട്ടില്ല. അവസാനം അവരെ എൻ്റെ ഭാര്യയും മക്കളും പിടിച്ച് വലിച്ച് അപ്പത്തേക്ക് കൊണ്ടുപോയി. അവർ കരയുന്നുണ്ട്. ആ കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ ഈ കെട്ടുമുട്ടുമെല്ലാം എടുത്തുകൊണ്ട് വാതിൽ കടക്കുമ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ വിളിച്ചു, മക്കളെ കരയണ്ട, തൊട്ടപ്പുറത്തല്ലേ ഞാനുള്ളത്, നിങ്ങൾ ഇവിടുന്ന് കരഞ്ഞാൽ എനിക്ക് അവിടെ കേൾക്കാമല്ലോ, ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരാമല്ലോ, സമാധാനിക്കണേ, കരയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നടന്നുപോയി. പ്രിയപ്പെട്ടവരെ, പള്ളിയിലെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. പടച്ചോനെ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ പുതപ്പും തലയിണയും ഒക്കെ തോളിൽ കയറ്റി, എൻ്റെ പെട്ടിയും സാധനമൊക്കെ കയ്യിൽ തൂക്കി, എൻ്റെ പ്രിയങ്കരായ കുഞ്ഞുങ്ങളോട് വിട പറഞ്ഞിട്ട് ഈ പടിവാതിൽ വിട്ടിറങ്ങി തൊട്ടപ്പുറത്ത് എൻ്റെ വീടും
പള്ളിയും തമ്മിൽ ഒരു കിടങ്ങിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ തൊട്ടപ്പുറത്തെ കിടങ്ങിന്റെ അപ്പുറത്തേക്ക് ഞാൻ മാറിയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മാറിയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ അവരുടെ കരച്ചിൽ നിന്ന് എനിക്ക് കേൾക്കാം. കരയുന്ന കുഞ്ഞുങ്ങളോട് മക്കളെ മക്കളെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാം. ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് വേണ്ടി വന്നാൽ അവരുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമെന്ന് എനിക്ക് പള്ളിയിൽ ഇരുന്നുകൊണ്ട് പറയാം, ആശ്വസിപ്പിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പം ഇതുപോലെ എൻ്റെ കെട്ടുമുട്ടുമൊക്കെ എടുക്കാൻ എന്നെ അനുവദിക്കാതെ എന്നെ കെട്ടുമുട്ടാക്കി കെട്ടി തൂക്കിയിട്ട് തോളിലിട്ടുകൊണ്ട് ഈ പടിവാതിലിൽ നിന്നും ആളുകൾ എന്നെ കൊണ്ടുപോകും കുറച്ച് ദൂരത്തേക്ക്, ഒരു പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി എന്നെ എന്നേക്കും അയ്മറമാടും. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇവിടുന്ന് കരയുന്നുണ്ടാവില്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് കരയുന്നുണ്ടാവില്ലേ? ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ ആരാണാവോ അന്നുണ്ടാവുക? ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന്റെ മുമ്പിൽ കുഴപ്പമില്ല, ഉപ്പ ഇപ്പിങ്ങി വരും, ഉപ്പാപ്പ ഇപ്പിങ്ങി വരും, ഉപ്പ അപ്പുറം പോയതല്ലേ എന്ന് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? എന്ന് പറയാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവസാനത്തെ പത്തിൽ എത്തിക്കാഫിരുന്നുണ്ട്. അവസാനത്തെ പത്തിൽ എത്തിക്കാഫിരിക്കുമ്പോൾ ഓരോ മുസ്ലിമും ഈ ഒരു പാഠം ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഞാൻ ഇന്ന് സ്വന്തമായി അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോവാം, പള്ളിയിലേക്ക് പോവാം, അവൻ്റെ ഭവനത്തിൽ പോയിരിക്കുക. അവിടെ രാത്രിയിൽ എല്ലാവരും പോയി, ലൈറ്റൊക്കെ ഓഫായി, ഇരുട്ടായി. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കണം, പടച്ചവനെ നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ വീട്ടിൽ ചൂടുള്ള സമയത്ത് വേണമെങ്കിൽ AC ഇട്ട് കിടക്കാൻ എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പടച്ചവനെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിന്റെ ഭവനത്തിൽ ഇരിക്കുന്നത് നീ എന്നെ കബൂലാക്കണേ റബ്ബേ, നീ എന്നെ സ്വീകരിക്കണേ പടച്ചവനെ. നാളെ പിറ്റേന്ന് ഞാൻ ഇതുപോലെ നിന്നിലേക്ക് മടങ്ങുകയും ഖബറിടത്തിൽ വന്ന് കിടക്കുകയും ചെയ്യുമ്പോൾ നീ എന്നെ സഹായിക്കണേ. അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, എൻ്റെ മരണം, എൻ്റെ മരണാനന്തര ജീവിതത്തിൽ നീ എനിക്ക് ഐശ്വര്യം തരണേ, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊരു മുസ്ലിം എത്തിക്കാഫ് ഇരുന്നു കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, പരിശീലിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും ആ നിലയിൽ നന്മ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും ഈ നിലയിൽ 10 ദിവസക്കാലം എത്തിക്കാഫ് അനുഷ്ഠിക്കണം. അത് മഹത്തായ അമലാണ്, വളരെ മഹത്തായ അമലാണ്, വലിയ പ്രതിഫലമുള്ള അമലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മളൊക്കെ സാധാരണ പ്രസംഗങ്ങളിൽ കേൾക്കാറുള്ളതാണ്. മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു റൗളയുടെ പരിസരത്ത് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ദുഃഖാകുലനായിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു സഹോദരൻ ഇരിക്കുന്നത് കണ്ടു. ആ സഹോദരന്റെ മുഖഭാവത്തിൽ നിന്നും അയാൾ വലിയ എന്തോ ഭാരം, ദുഃഖം സഹിക്കുന്നു എന്ന് തോന്നി. ഇബ്നു അബ്ബാസ്, ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? അഷ്റഫുൽ ഖൽഖിന്റെ എളാപ്പയുടെ മകനാണ്, കൊച്ചാപ്പയുടെ മകനാണ്. നബി തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ബാലനാണ്, ഒരു കുട്ടിയാണ്. റഈസുൽ മുഫസ്സിറാണ്, തഫ്സീറുകളുടെ റഈസാണ്, തലവനാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവറുകൾ അദ്ദേഹത്തിന്റെ അരികിലിരിക്കുന്ന ഒരു സാധാരണക്കാരനെ കണ്ടിട്ട് അയാളുടെ മുഖഭാവത്തിൽ നിന്നും ദുഃഖം അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ദുഃഖവും വിഷമമൊക്കെ ഉള്ളതുപോലെ എന്താ പറ്റി? അദ്ദേഹം പറഞ്ഞു, അഷ്റഫുൽ ഖൽഖിന്റെ കൊച്ചാപ്പയുടെ മകനെ, എന്ത് പറയാനാണ്, ഞാൻ വലിയ കടബാധ്യതയിൽപ്പെട്ടുപോയി. ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കൊടുക്കേണ്ട സമയമായിപ്പോയി. നമ്മുടെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും മാർച്ച് 31 ജപ്തി ഓർഡർ വന്നു, നോട്ടീസ് വന്നു, അടച്ചിട്ടില്ലെങ്കിൽ വീട് പോയി പോകുന്നൊക്കെ പറയുന്നില്ലേ? നമ്മുടെ സഹോദരങ്ങളൊക്കെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാർ. ഞാനിന്ന് ഖുത്ബയിൽ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങൾ അവരുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലെയുള്ള ശേഷിയുള്ളവരുടെ അടുക്കൽ വന്ന് സഹായം ചോദിക്കും. നമ്മളത് പരിഗണിക്കൂല. സഹായം ചോദിക്കും, നമ്മൾ പരിഗണിക്കൂല. ഒന്നുകിൽ മോളെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ മക്കൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ ചെറിയൊരു സഹായം തരണം. സമ്പന്നന്മാരായ നമ്മൾ നമ്മളുടെ മനസ്സ് വിശാലമാക്കാൻ തയ്യാറാകാറില്ല. നമ്മുടെ അരികിൽ വന്ന് സഹായം അർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ പിന്നെ അവർ സമീപിക്കുന്നത് ഇങ്ങനത്തെ പലിശ കമ്പനികളെയാണ്. പലിശ കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ഖുത്ബയിൽ പറഞ്ഞു, വായ്പ എന്നാ പറയാ. വായ്പ എന്താ? വായ്പ പോവുക എന്നാണ്. നമ്മൾ പോയി അവൻ്റെ കയ്യിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ അവൻ്റെ വായിൽ പോയി. നമ്മുടെ വീട് പോയി, കൂട് പോയി, കുടുംബം പോയി, എല്ലാം പോയി അവൻ്റെ വായിൽ. ഞാൻ പണ്ടേ പറയാറുണ്ട്, മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയാ? മുത്തേന്ന് വിളിച്ചുകൊണ്ട് മുഴുവൻ ഊറ്റിയെടുക്കുന്ന വിഭാഗത്തെയാണ് മുത്തൂറ്റ് ഫൈനാൻസ്, അല്ലേ? മൊത്തം ഊറ്റിയെടുക്കുന്നവനെ കുറിച്ചിട്ടാണ് മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ അല്ലേ? 2 ദിവസം കുടുംബജീവിതവും 1 ദിവസം എത്തിക്കാഫും, എന്നിട്ട് എല്ലാം പറഞ്ഞു തരാൻ വേണം. എങ്ങനെ സാധിക്കുക? ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് പകുതി പോലും എത്തൂല, തുടങ്ങുമ്പോഴത്തേക്ക് സമയം തീർന്നു, ഞങ്ങൾ അങ്ങ് ഓടിപ്പോവും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ കുറെ കൂടുതൽ സമയം ചെലവാക്കണം ഇൽമു പഠിക്കാൻ വേണ്ടി.
ദീൻ പഠിക്കാൻ വേണ്ടി, വെറുതെ അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഞങ്ങളെ പോലത്തെ 2-3 ആളെ കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം പ്രസംഗിച്ച് വിപ്ലവം തീർത്താൽ പോരാ. ഇതൊക്കെ പഠിക്കണ്ടേ പ്രിയപ്പെട്ടു? എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര പ്രശ്നങ്ങൾ നമ്മുടെ സമുദായത്തിലുണ്ട്. പലിശയെക്കുറിച്ച് നമ്മുടെ സമുദായത്തിന് നന്നായിട്ട് അവയർനെസ് കൊടുക്കണം. നമ്മുടെ സമുദായം ആ രംഗത്ത് ഭയങ്കര അശ്രദ്ധരാണ്. പലിശ വാങ്ങുന്നത് ഹറാമാണ്, കൊടുക്കുന്നത് ഹറാമാണ്. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമാണെന്ന് ഞാൻ നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതിന് ബദൽ സംവിധാനം എന്തുണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളി ഭാരവാഹികളും മുസ്ലിം നേതൃത്വവും ഒക്കെ ഈ സമുദായത്തിന്റെ ദരിദ്രന്മാർക്ക് അവരുടെ അത്യാവശ്യങ്ങളുടെ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കണം, പലിശരഹിത വായ്പാ സംവിധാനം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ പണി. ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി മുസ്ലിമീങ്ങൾ അവരുടെ അധികാരം നടപ്പിൽ വരുത്തുമ്പോൾ ആദ്യം അവിടെ പള്ളി പണിയുമായിരുന്നു എന്നാണ്, രണ്ടാമത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യുമെന്നായിരുന്നു. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കണം, പള്ളപ്രശ്നം പരിഹരിച്ചാലേ ഉള്ളൂ ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രസംഗിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തിലെ സഹോദരിമാര് സഹോദരങ്ങൾ തങ്ങളുടെ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എവിടെങ്കിലും പോയി കെണിയുന്നതോടുകൂടി പിന്നെ അവൻ ഒരിക്കലും ഊരി വരാൻ കഴിയാത്ത നിലയിൽ എത്രയായിരുന്നു നിങ്ങൾ എടുത്തത്? ഇത്രയാണ്. ഇപ്പൊ എത്രയാണ് അടച്ചത്? അത്രയും അടച്ചു. ഇനി എത്ര ബാക്കിയുണ്ട്? അതിന്റെ ഇരട്ടി ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതല്ലേ സാധാരണ നമ്മൾ കേൾക്കുന്നത്? പിന്നെ അവസാനം തന്നവന്റെ വായിൽ പോവാന്നല്ലാതെ വായ്പ എന്ന് പറയുന്ന സംഗതി അല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗതികേട് കൊണ്ട്, നിവർത്തികേട് കൊണ്ട് അങ്ങനെ പെട്ടുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട്, ആർത്തി കൊണ്ട്, ആക്രാന്തം കൊണ്ട്, അടിച്ചു പൊളിക്കാനുള്ള അമിതമായ മോഹം കൊണ്ട് നമ്മുടെ സമുദായത്തിൽ ചില ആളുകളൊക്കെ പെട്ടുപോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം, അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഏതായിരുന്നാലും കടബാധ്യതയിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்களോട് ആ സഹോദരൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പയുടെ മകനെ ഞാൻ കടബാധ്യതയിൽ കുടുങ്ങിപ്പോയി, കൊടുക്കാനുണ്ട്, അത് കൊടുത്തു തീർക്കാൻ ഒരു മാർഗവുമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പം ഇബ്നു അബ്ബാസ് എന്നവർ ചോദിച്ചു, റളിയല്ലാഹു അൻഹു, നിനക്ക് ആർക്കാണ് ബാധ്യതയുള്ളത്? ആ ബാധ്യതയുള്ള ആളോട് ഞാൻ വന്ന് സംസാരിക്കട്ടെ? ഞാൻ വന്ന് സംസാരിക്കും. നിങ്ങൾ അങ്ങനെ സംസാരിക്കുമെങ്കിൽ വലിയ ഉപകാരമായി. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ മകനല്ലേ. അന്നത്തെ സഹബാക്കൾ, അന്നത്തെ മുസ്ലിമീങ്ങൾ അവിടുത്തെ നന്നായി ആദരിക്കല്ലേ, ബഹുമാനിക്കല്ലേ. അറിയപ്പെട്ട ഒരു വ്യക്തി വന്ന് ജാമ്യം പറഞ്ഞാൽ, മധ്യസ്ഥം പറഞ്ഞാൽ തീർച്ചയായും ആളുകൾ അത് സ്വീകരിക്കും. വന്നാൽ വലിയ ഉപകാരമായി, വലിയ സന്തോഷം. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് 2 ചെരുപ്പുകൾ എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പം പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഈത്തിക്കാഫിരിക്കല്ലേ, അവസാനത്തെ 10 റമദാനല്ലേ, ഈത്തിക്കാഫിലല്ലേ, ഈത്തിക്കാഫിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ പുറത്തേക്ക് പോകാൻ പാടുണ്ടോ? മറന്നുപോയോ എന്ന് ചോദിച്ചു. മറന്നുപോയോ? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்கள் അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു റൗളയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഈത്തിക്കാഫിരിക്കുന്ന കാര്യം മറന്നിട്ടൊന്നുമില്ല, പക്ഷേ ഈ റൗളയിൽ കിടക്കുന്ന ഞങ്ങളുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രമായതുകൊണ്ട് അള്ളാഹു റസൂലിന്റെ പേര് പറയുമ്പോഴൊക്കെ സഹാബത്ത് പൊട്ടിക്കരയുമായിരുന്നു. അള്ളാഹു റസൂലിന്റെ ഓർമ്മ അവരുടെ ഖൽബുകളിൽ നിന്നും മറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഖബറിന്റെ സാഹിബ് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നടന്നു പരിശ്രമിക്കുകയും അതിൽ അവൻ വിജയിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരാൾ നടന്നു പരിശ്രമിക്കുകയും അതിൽ അവൻ വിജയിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവന് 10 വർഷം ഇഅ്തികാഫിരുന്നതിന്റെ പ്രതിഫലം നൽകും. 10 വർഷം ഇഅ്തികാഫിരുന്ന്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നടന്നാൽ, പിരിവെടുക്കാൻ നടന്നു, എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി നടന്നു, ഒരു സഹോദരിയെ സഹായിക്കാൻ, ഒരു സഹോദരനെ സഹായിക്കാൻ നമ്മൾ മെനക്കെട്ടു, അതിനുവേണ്ടി നടന്നു. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ 10 വർഷം ഇഅ്തികാഫിരുന്ന പ്രതിഫലം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഒരാൾ ഇഅ്തികാഫിരുന്നാൽ 10 വർഷത്തിന്റെ അമല്, അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾ കൂട്ടാൻ വേണ്ടി പറയാം. ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല 3 കിടങ്ങുകൾ സൃഷ്ടിക്കുന്നതാണ്. 3 കിടങ്ങുകൾ. ഓരോ കിടങ്ങിന്റെയും വലിപ്പം ഉദയാസ്തമയത്തിന്റെ നീളവും വീതിയുമാണ്. ഉദയാസ്തമയം എന്ന് പറഞ്ഞാൽ മഗ്രിബ് മശ്രിഖിന്റെ ഇടയിൽ എത്ര നീളവും വീതിയുണ്ടോ അത്രയും നീളവും വീതിയുള്ള 3 കിടങ്ങുകൾ അല്ലാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ സൃഷ്ടിക്കുന്നതാണ് ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ വേണ്ടി വരുന്ന നമുക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് തരുന്ന മോചനം, അള്ളാഹു നമുക്കൊക്കെ അത് തരുമാറാകട്ടെ. നരകത്തിൽ നിന്നുള്ള രക്ഷ, നമ്മളുടെയും നരകത്തിന്റെയും ഇടയിൽ ഇത്ര ദീർഘമായ നിലയിൽ കിടങ്ങുകൾ തീർത്തുകൊണ്ട് പടച്ചോൻ നമ്മളെ രക്ഷപ്പെടുത്തുക. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.
മറുഭാഗത്ത് പ്രിയപ്പെട്ടവരെ ഇത്തികാഫിരിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഖുർആൻ ഓതുന്നു, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, വഅദ് പറയുന്നു, വഅദ് കേൾക്കുന്നു. ശരിയാണ്. പുറമെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കരുത്. അത് നമ്മൾ കാണണം, അതറിയണം. നമ്മളെ കൊണ്ടാവുന്നത് പോലെ അവരോടൊപ്പം ചേരണം. സാധിക്കുമെങ്കിൽ അവരെ സഹായിക്കണം. ഇനി തീരെ സാധിക്കുന്നില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല വർത്തമാനമെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഖുർആൻ പറഞ്ഞതുപോലെ അവരോട് നല്ല വർത്താനം പറയണം, ആശ്വസിപ്പിക്കണം, സമാധാനിപ്പിക്കണം. അള്ളാഹു നന്നാക്കും, ഞാനും ദ്വാരക്കാം, എന്നെ കൊണ്ട് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അതിന് 10 വർഷം ഇഅ്തികാഫിരിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടുന്നു. അള്ളാഹു തആല അമലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഇഅ്തികാഫിന് വേണ്ടി വരണം. ജുമാഅത്ത് പള്ളിയിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ജുമാഅത്ത് പള്ളികളിൽ വരിക. ഇനി ജുമാഅത്ത് പള്ളി തന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ സഹോദരങ്ങളെ പരമാവധി ഒരുമിച്ച് കൂട്ടണം, പള്ളിയിൽ വരണം. 10 ദിവസത്തേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കടക്കണം, അവിടെ തന്നെ ഇരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സാധിക്കുന്നിടത്തോളം ദുനിയാവിന്റെ സംസാരങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കണം. നമ്മളുടെ ദിനചര്യകൾക്ക് വേണ്ടി അല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. കുറച്ച് ദിവസത്തേക്ക് ഏറ്റവും പ്രധാനമായും നമ്മുടെ മൊബൈൽ ഉപയോഗം നമ്മൾ കൺട്രോൾ ചെയ്യണം. മൊബൈൽ വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, വാട്സപ്പ് വേണ്ട. ഒരു 10 ദിവസത്തേക്ക് പടച്ചോന് വേണ്ടി ഇങ്ങനത്തെ വടക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഖൽബ് നിറയെ അള്ളാഹു മാത്രമാകണം, ആഖിറം മാത്രമാകണം, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാകണം. ഖബറിൽ കിടക്കുമ്പോൾ എങ്ങനെ കിടക്കുമെന്ന ബോധം വരണം. ആ ബോധം വരാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് 10 ദിവസത്തേക്ക് നമ്മൾ ഇഅ്തികാഫിരിക്കും. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകൾക്ക് ശ്രദ്ധിച്ചൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരും. ഇനി 10 ദിവസത്തേക്ക് വന്നിരിക്കാൻ പൂർണ്ണമായി സാധിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം ദിവസം ഇരിക്കും, കഴിയുന്നിടത്തോളം ദിവസം. ഇനി ചില സഹോദരങ്ങൾക്ക് ജോലി തിരക്കാണ്, വലിയ പണികളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അവര് ഒറ്റ രാവുകളിൽ വന്നിരിക്കും, ഒറ്റ രാവുകളിൽ. ചില സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിൽ രാത്രിയാകുമ്പോൾ അൽഹംദുലില്ലാ കുറേ ചെറുപ്പക്കാർ വരും. പാവങ്ങൾ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഉറങ്ങി വീഴുന്നത് കാണാം. പകലെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചു വരിക. അവർ ജോലി കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് വരും, പള്ളിയിൽ വന്ന് ഇബാദത്ത് എടുക്കും. രാവിലെ അല്പം വിശ്രമിച്ചിട്ട് പള്ളിയിൽ നിന്നും ജോലിക്ക് പോകും. അങ്ങനെ ആകാലോ. 10 ദിവസം പ്രിയപ്പെട്ടവരെ പടച്ചവന് വേണ്ടി ഏതെങ്കിലും നിലയിലൊക്കെ നമ്മൾ മെനക്കെടണം. അഥവാ നമ്മൾ ഇത്രയും കാലം മെനക്കെട്ട് ചെയ്യുന്ന അമലുകളെക്കാളൊക്കെ ശ്രേഷ്ഠമായ നിലയിൽ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ അമലുകൾ നമുക്ക് കിട്ടും. അത് ഈ 10-ലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ രാത്രികളിലെ ഒറ്റ രാവുകളിൽ പ്രത്യേകം അന്വേഷിക്കാൻ പറഞ്ഞു. അത് അന്വേഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമുക്ക് പള്ളിയിലിരിക്കലാണ്. പള്ളിയിലിരിക്കുമ്പോൾ ഗുണം എന്താ? ഒരു പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങളിലാണെങ്കിൽ പോലും ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു അമലിലാണ്, ഇബാദത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും. പക്ഷെ അതൊക്കെ ഇബാദത്തായി മാറും ഇഅ്തികാഫ് ആകുമ്പോൾ. അതുകൊണ്ട് പരമാവധി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇഅ്തികാഫിൽ ശ്രദ്ധിക്കുക. ഇഅ്തികാഫിന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുക. ലക്ഷ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഖിറവും പരലോകവും പടച്ചോനും ഒക്കെ ഉണ്ടാകലാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ഇല്ലാതെയാകലാണ്. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ വർദ്ധിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം വർദ്ധിക്കലാണ്. ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകലാണ്. പള്ളിയിൽ ഇരിക്കുമ്പോൾ ഖുർആൻ പഠിക്കണം. പള്ളിയിൽ ഇരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കണം. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഹദീസിന്റെ ദർസ് എന്ന് പറയും. ഹദീസ് പഠിക്കും എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കണം. ഇങ്ങനെ ജീവിതം പഠിക്കാനും തിരുത്താനും വേണ്ടിയുള്ള ഒരു പ്രത്യേക പരിശീലന കളരിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗം മൂർച്ഛിച്ചപ്പോൾ ഇനി മരുന്ന് കൊണ്ടും ടോണിക് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ഒന്നും ശരിയാവില്ല എന്ന് കണ്ടപ്പം ഡോക്ടർമാർ നമ്മളെ നിർബന്ധിച്ചിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടും പറ്റുന്നില്ലെന്ന് കണ്ടപ്പം ICUലാക്കി ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മളെ പാർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കുറച്ച് ദിവസം അങ്ങനെ അടങ്ങിക്കടന്നാൽ നിലാവ് കാണുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് പുറത്തേക്ക് വരാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാം സുഖമായി എന്ന് സന്തോഷം. അല്ലാഹു അക്കൂട്ടം നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ വർത്തമാനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ദുഷ്കർമ്മങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇഅ്തികാഫ് പോലെയുള്ള നല്ല അമലുകളിൽ അല്ലാഹു നമുക്ക് തൗഫീഖുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين.